Good evening, all. Pranam to our masters. Welcome our faculty, Dr. CJ Varghese sir. വളരെ സിമ്പിളായിട്ട് നമുക്ക് GSK നോളജ് പകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ CJ വർഗീസ് സാറിന്, അതുപോലെ നമുക്ക് രോഗങ്ങളെ കുറിച്ചുള്ള ബേസിക് നോളജ് നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം അതുപോലെ നമ്മൾക്ക് ഓരോ വരുന്ന കേസുകളിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സാറ് പകർന്നു തന്നിരിക്കുന്ന അറിവുകള് നമ്മൾ ഓരോരുത്തരും അത് വെച്ച് നമ്മൾ ഓരോ പേഷ്യന്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, ഓരോ കേസുകളും ഇപ്പൊ സാറിന്റെ GSK നോളജ് വെച്ച് അനലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾക്കിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസുകള്, പേഷ്യൻസ് നമ്മളെ അംഗീകരിക്കുന്ന അവസ്ഥകള്, അതൊക്കെ വളരെ പ്രയോജനപ്രദമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ സാറിന് മുമ്പില് ആദ്യമേ ഒരു നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഇതേ അനുഭവം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സാറിനെ കൂടുതലൊന്നും പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കുന്നില്ല. നമുക്ക് നല്ലൊരു സെഷന് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെ സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് സാർ. താങ്ക് യു ഡോക്ടർ അനിത. പതിപോലെ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. എന്തുകൊണ്ട് ഇങ്ങനത്തെ സയന്റിഫിക് ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ ദിവസവും പറയാറുണ്ട്. അത്രമാത്രം നമ്മളുടെ കഴിവിൽ തീരുന്ന ഒരു ലക്ഷ്യമല്ല നാം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെ അടുത്തും GSK എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർത്തവ്യം. അത്രമാത്രം ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഇത് പഠിക്കാനും പഠിപ്പിക്കാനും ലോകം മുഴുവൻ എത്തിക്കാനും വേണ്ടിയിട്ട് എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തിപരമായിട്ടോ കുറച്ച് പേർക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ശ്രമിക്കണം. കാരണം ഇത് ലോകത്തിലൊരു വലിയ റെവല്യൂഷനാണ്, വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു പുതിയ അറിവാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്നത് ഇനി ഒട്ടുമേ ന്യൂ അല്ല. കാരണം അത് ലോകത്തിലെ പല രാജ്യങ്ങളിലും, എനിക്ക് തോന്നുന്ന ഒരു 65 രാജ്യങ്ങളിലുള്ളവർ ഞങ്ങളുടെ വെബ്സൈറ്റ് തന്നെ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു അനാലിറ്റിക്സ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, വളരെ വേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് നിങ്ങളോട് പങ്കുവച്ചു. അതായത് റിയൽ കോസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. റിയൽ കോസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്നെ ശ്രമിക്കുന്ന 15 പേരാണ് ഇവിടെ വന്നിരിക്കുന്നവര്. ഈ ലോകത്തില് ക്യാൻസർ വിദഗ്ധന്മാരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ക്യാൻസറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നവര്, ക്യാൻസർ എന്താണെന്ന് പഠിപ്പിക്കുന്നവര്, ക്യാൻസർ പരിശോധിക്കുന്നവര്, ക്യാൻസർ ബോധവൽക്കരണം നടത്തുന്നവര്, ക്യാൻസർ ആശുപത്രികൾ നടത്തുന്നവർ, അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ച രോഗികൾ, അല്ലെങ്കിൽ ക്യാൻസർ വരുമോ എന്ന് ഭയപ്പെടുന്ന രോഗികൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ, ആരുടെ കാര്യത്തിലും നമുക്ക് വ്യക്തമായ അറിവില്ല എന്നുള്ള ദുഃഖസത്യം ഞാൻ ആദ്യമേ പങ്കുവെക്കുകയാണ്. കാരണം അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാ ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യം തന്നെ, ഈ GSK എന്ന പഠന പ്രക്രിയയുടെ ലക്ഷ്യം തന്നെ ജനങ്ങളുടെ ഇടയ്ക്കുള്ള ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. രോഗത്തെക്കുറിച്ചുള്ള ഭയം. അപ്പൊ അത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസങ്ങളിലും ഓരോ ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ അല്പം സ്ലോ ആയിട്ട് പോകും, കാരണം കഴിഞ്ഞ 2 ക്ലാസ്സും വളരെ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണ് പോയിരുന്നത്. കാരണം അത്രമാത്രം വലിയൊരു ടോപ്പിക്കായിരുന്നു. ഇന്നത്തെ ടോപ്പിക്ക് വളരെ ചെറിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ടോപ്പിക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ളതാണ്. ഞാൻ അതിനു മുമ്പായിട്ടാണ് പറഞ്ഞത്, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നതല്ല, ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് പോലും ലോകത്തിൽ അറിവില്ല. അപ്പം നമ്മളെ ശ്രമിക്കാൻ വന്നിരിക്കുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാരാണ്. ഇത് നിങ്ങളെങ്കിലും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം. അങ്ങനെ ഈ ഒരു പുതിയ അറിവ് ജനോപകാരപ്രദമായിട്ട് മാറാൻ വേണ്ടിയിട്ട്
നമുക്ക് പ്രാർത്ഥിക്കുകയും ഒപ്പം ശ്രമിക്കുകയും ചെയ്യുക. കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ഇതിവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ഹെൽത്ത് എന്ന ഡോക്ടർ അനിതയുടെ വെബ്സൈറ്റിലേക്കാണ് അത്, സോറി, യൂട്യൂബ് ചാനലിലാണ് അത് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഗ്ലോബൽ GSK വെബ്സൈറ്റിലേക്ക് അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അനുവാദം അനിത ഡോക്ടർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കാലക്രമേണ അതിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ അടുത്ത ദിവസം കേട്ട ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. ഒന്നൊരു ഒരു ഒരു എന്താ പൗൾട്രി ഫാം നടത്തുന്ന, അല്ലെ കോഴികളെ വളർത്തി വിറ്റ് നടത്തുന്ന ഒരു ഉടമസ്ഥൻ പറഞ്ഞ ഒരു കാര്യമാണ്. അത് ഇൻഡയറക്ട്ലി ഞാൻ കേട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പക്ഷികളെല്ലാം അല്ലെങ്കിൽ ഈ കോഴികളെല്ലാം നാച്ചുറൽ രീതിയിലല്ല വളരുന്നത്. ഒരു ഇലക്ട്രിക് ചൂട് കൊടുക്കുന്ന ഒരു ഉപകരണത്തിന് കീഴിൽ ഇൻക്യുബേഷൻ നടത്തിയിട്ട് അതിന്റെ ഇത്ര ദിവസം ഇത്ര ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോഴത്തെ അത് മുട്ട വിരിഞ്ഞ് പുറത്തു വരും. അപ്പൊ അത് ബയോളജിക്ക് കൂടെയല്ല, ബയോളജിക്ക് എതിരായിട്ടുള്ള, എതിരെന്ന് പറയുന്നില്ല, ബയോളജിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയിലാണ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ മുട്ട സ്വാഭാവികമായിട്ട് അമ്മയുടെ ചിറകിന്റെ കീഴിൽ അമ്മ കൊടുക്കുന്ന ചൂടനുസരിച്ചിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ നമ്മള് ഈ ലോകത്തിന്റെ ഭാഷ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പല പല കാര്യങ്ങൾ. അത് മേറ്റ് ചെയ്യുന്നതിലായാലും ഇംപ്ലാന്റേഷൻ നടത്തുന്നതിലായാലും ഫെർട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ ഡെലിവറി, സിസേറിയൻ, ഇങ്ങനെയുള്ള എല്ലാ പ്രക്രിയയും നമ്മൾ ബയോളജിക്കലായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ ബയോളജിക്കൽ അല്ലാത്ത ഒരു രീതിയിൽ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പൊ GSK അല്ലെങ്കിൽ ഗ്ലോബൽ GSK എയിം ചെയ്യുന്നത് ഇത് ബയോളജിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. ഡോക്ടർ ഹാമർ അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഈ രോഗം എന്ന് പറയുന്ന പ്രക്രിയ പേടിക്കേണ്ടതല്ല എന്നും, രോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ രീതിയാണെന്നും, അതിന്റെ അർത്ഥം മനസ്സിലാകുന്നതോടുകൂടി തന്നെ നമുക്ക് അതിന്റെ അകത്ത് നിന്ന് വിമുക്തമാകാൻ സാധിക്കുമെന്നും ഉള്ള വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു അറിവ്. അപ്പൊ ആ അറിവ് ലഭിക്കുന്നതോടുകൂടി നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യമുണ്ട്. എന്നെ വല്ലാതെ സ്പർശിച്ച ഒരു കഥയാണ്. അതായത് ഒരു കാട്ടില് തീ വന്നു, കാട്ടുതീ. പെട്ടെന്ന് അപ്രതീക്ഷിതമായി കാട്ടുതീ വന്നു. അപ്പൊ കാട്ടുതീ വന്നു, എല്ലാവരും കൂടെ കെടുത്തിക്കഴിഞ്ഞ് ഈ കെടുത്തിയ ചാരത്തിന്റെ അടുത്തേക്ക് അന്വേഷിച്ചു പോയപ്പോഴത്തേക്കും ഒരു കാട്ടുകോഴി ചത്ത് കിടക്കുന്നതായിട്ട് കണ്ടു. അതിനെ ഒരു വടിയെടുത്ത് അയാളൊന്ന് തിരിച്ചിട്ടപ്പോ ആ ചത്ത കാട്ടുകോഴിയുടെ ചിറകിന്റെ അടിയിൽ അതിന്റെ കുഞ്ഞുങ്ങളെ കണ്ടു. അപ്പൊ അതിന് വല്ലാതെ സ്പർശിച്ച ഒരു കാര്യം, ഇന്നത്തെ ടോപ്പിക്കിന് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത്. എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് അമ്മ ചിറകിന്റെ കീഴിൽ ഒതുക്കി ആ തീക്കകത്ത് പെട്ട് ചത്തുപോയത്? കാരണം ഈ കാട്ടുതീ വരുന്നതൊക്കെ അതിന്റെ ബയോളജിയാണ്, അതിനറിയാം. അവിടുന്ന് ഓടി പറന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെ അതിന് സാധിക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് ചിറകിന്റെ അടിയിൽ ടക്ക് ചെയ്ത് സൂക്ഷിച്ചത് കൊണ്ട്, ഈ കുഞ്ഞുങ്ങളെയും കൂടി വാരിയെടുത്തുകൊണ്ട് പോകാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്, അത് ആ കുഞ്ഞുങ്ങളെയും കൂടി മരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ മരിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങളും കൂടെ മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇതെന്നെ വല്ലാതെ സ്പർശിച്ചു. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വളരെ നല്ല ഒരു 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 കഥയായിട്ട് എനിക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണ് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? ബ്രസ്റ്റ് ഈസ് സിനോണിമസ് ഫോർ കെയറിങ് ആൻഡ് നേച്ചർ, നർച്ചറിങ്, കെയറിങ് ആൻഡ് നർച്ചറിങ്. അപ്പോ ഒരു തള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീ, അത് ചിലപ്പോൾ അമ്മയാകുന്നതിന് മുൻപ് പോലും അതിന്റെ ആ ഒരു സ്ത്രീ ആയിരിക്കുന്നതോടുകൂടി അതിൽ ഫീമെയിൽ ആയിട്ടുള്ള ഹോർമോൺസ് എന്നൊക്കെ നമ്മൾ പറയും, അതല്ല, ബയോളജിക്കലായിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും, അല്ലെ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു കിളിക്കൂട് എന്ന് പറയുന്ന സങ്കല്പത്തിൽ ആ കുടുംബത്തെ ചേർത്ത് നിർത്താനും, ആ കുടുംബത്തിൽ പ്രത്യേകിച്ച് വേദന അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താനൊക്കെയുള്ള ഒരു ഫീമെയിൽ ആയിട്ടുള്ള, എന്താ പറയുക, ഫെമിനിൻ ആയിട്ടുള്ള ഒരു ഒരു ബയോളജിക്കൽ ഏർജ് ആണ് ഈ കെയറിങ്ങും നർച്ചറിങ്ങും. അപ്പൊ അത് പുരുഷ വർഗത്തിൽ കാണാത്തതാണ്. അവർ വേറൊരു തരത്തിലാണ് കുഞ്ഞുങ്ങളെ അല്ലെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഇത് മുലപ്പാൽ കൊടുക്കുക എന്നുള്ള ആ ഒരു ഒരു രീതിയിലൂടെയാണ് മാറോട് ചേർത്ത്, മാറോട് അണച്ച് പാല് കൊടുക്കുക എന്നുള്ള ആ ഒരു സങ്കല്പം വരുന്നത്. അപ്പോൾ ഡിസീസസ് ഓഫ് ദി ബ്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് മുഴുവനും ഒരു കോമൺ മെഡിക്കൽ കണ്ടീഷനാണ്.
ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല, ഇങ്ങനെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് ഫീമെയിൽ ഡിസീസിനെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മജോറിറ്റി അല്ലെ നമ്പർ 1 കണ്ടീഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ ക്യാൻസർ ബ്രസ്റ്റ് ആണ്. അത് പണ്ട് എന്നത്തേക്കാൾ കൂടുതലായിട്ടുള്ള അതിന്റെ ഇൻസിഡൻസും ഫ്രീക്വൻസി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ പറയുന്നത് കൂടുതൽ പരിശോധനകൾ കൊണ്ട് നടന്നതാണെന്നോ. പക്ഷെ പരിശോധന നടന്നാലും ഇല്ലെങ്കിലും അതിനെ ഒരു രോഗമാണെന്നും അത് ഉടനെ തന്നെ അത് ഇല്ലായ്മ ചെയ്യേണ്ടതാണെന്നുള്ള ബോധം ഇന്നത്തെ തലമുറയുടെ ഉള്ളിൽ കടന്നിരിക്കുകയാണ്. അതിനുള്ള ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. അതെനിക്ക് പറയാൻ സമയമുണ്ടെങ്കിൽ ഞാൻ അവസാനം പറയാം. GNM പഠിച്ച GSK പഠിച്ചതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള മുഴുവൻ ക്യാൻസർ അല്ല മുഴുവൻ ബ്രസ്റ്റ് ലംബ് കേസസും എനിക്ക് ഈ പറയുന്ന ഫ്രെയിംവർക്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ഹൃദയം തുറന്നു പറയുക. അപ്പൊ ഇത് ജനങ്ങൾക്ക് അറിയത്തില്ല. എന്നെ ശ്രമിക്കുന്ന എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ ഇതാണ് ഡോക്ടർ ഹാമർ പറഞ്ഞത്. എ വുമൺ അസോസിയേറ്റ്സ് ദ ബോണ്ട് വിത്ത് ഹെർ ചിൽഡ്രൻ ആൻഡ് ഹെർ പാർട്ട്ണർ predominantly with her breast. This is why diseases of the breast are the most common medical conditions in women. അപ്പോൾ ലേഡീസിൽ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള അല്ലെ കോമണസ്റ്റ് ആയിട്ടുള്ള ഡിസീസ് എന്ന് പറയപ്പെടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ലംസ് ആണ്. മറ്റൊരു കാര്യം, എന്നെ ശ്രമിക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സ് ഒക്കെ എന്റെ പ്രായമൊക്കെ ഉള്ളവർ മനസ്സിലാവും. ഞങ്ങളൊക്കെ ഹോമിയോപ്പതി കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ധാരാളം ബ്രസ്റ്റ് ലംസ് അന്നും ഇന്നും, കാരണം ബയോളജി ഒന്നാണല്ലോ, അല്ല ഇപ്പൊ ലംസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സെയിം ആണ് കാരണങ്ങളൊക്കെ. പക്ഷെ ഇന്ന് ഒരൊറ്റ ബിനൈൻ ലംബുമില്ല, അല്ലെങ്കിൽ എല്ലാം ലംബക്ടമിക്ക് ശേഷം അല്ലെങ്കിൽ അത് ക്യാൻസർ ആണോ എന്നുള്ള കൊറിയോട് കൂടി മാത്രമേ നമ്മുടെ അടുത്ത് വരുന്നു. അപ്പൊ അതിന്റെ സാധാരണഗതിയിലുള്ള പരിശോധനകളെല്ലാം നടത്തുന്നു, മാമോഗ്രാം ചെയ്യുന്നു, നീഡിൽ ബയോപ്സി ചെയ്യുന്നു, CT സ്കാൻ, അൾട്രാസൗണ്ട് എല്ലാം ചെയ്തതിന് ശേഷം ദിസ് ക്യാൻ ടേൺ ടു ബി ക്യാൻസർ. ഇതാണ് ഡയഗ്നോസിസ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അങ്ങനെ ചെറിയ പ്രായത്തിൽ കല്യാണത്തിന് മുൻപ് തന്നെ ധാരാളം ലംബക്ടമി അല്ലെങ്കിൽ ബ്രസ്റ്റില് ഓപ്പറേഷൻ നടത്തി മുഴകൾ എടുത്തു മാറ്റിയ കേസാണ്. ഞാൻ ഇതിനെ പഠിച്ച കാലത്തെ കാര്യം അന്ന് നമ്മുടെ ഈ ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ടായിരുന്നു. നമ്മളൊരു എന്താ ധാരാളം മെഡിസിൻസ് നമ്മൾ കൊടുക്കുമായിരുന്നു. എന്നിട്ട് അതെല്ലാം മാറുമായിരുന്നു. അങ്ങാരും പേടിപ്പിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു 50 വർഷത്തെ ചരിത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 48 വർഷത്തെ പ്രാക്ടീസിന്റെ ചരിത്രമാണ്. ഞാൻ പഠിച്ചിട്ട് തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഞാൻ 52 വർഷത്തോളമായി. അപ്പൊ ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റമാണ് രോഗത്തെക്കുറിച്ചുള്ള ഭയപ്പെടുത്തലുകൾ, എന്നിട്ട് അതിന്റെ പേരിൽ കച്ചവടം നടത്തലുകൾ, പാവപ്പെട്ട സ്ത്രീ ജനങ്ങളുടെ മാറ് മുറിച്ചു കളയുക, കഷ്ണങ്ങൾ മുറിച്ചു കളയുക, എടുത്തു മാറ്റുക, മൊത്തത്തില് ടോട്ടൽ മാസ്റ്റക്ടമി നടത്തുക. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ക്ലയൻസിനെ റിസീവ് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്നവരും അല്ലാതെ ഈ ആരോഗ്യ രംഗത്തുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അത് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോ പതിപോലെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് ഷെയർ ചെയ്യാം. ആ പിക്ചേഴ്സ് എല്ലാം തന്നെ, ഇമേജസ് എല്ലാം തന്നെ നമ്മള് കാരോലിൻ മാർക്കലിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാണാമോ ഡോക്ടർ അനിത? കാണാം 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 ഡോക്ടറെ. കാണാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. യെസ് സാറേ. ഓക്കെ. സോറി. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് തന്നെ ചില ടെക്നിക്കൽ പ്രശ്നം പരിചയം ഇല്ലാത്തതുകൊണ്ട്. അപ്പോ
നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല ഏത് ക്യാൻസറിന്റെ കാരണമായിട്ട് പറയുന്നത് നമുക്ക് വളരെ ഫ്ലിംസി, വളരെ രസകരമായിട്ട് തോന്നും, വളരെ അല്പം പോലും വിശ്വാസയോഗ്യമല്ലാത്ത കുറെ കാര്യങ്ങൾ ആണ് പറയുന്നത്. അതായത് അയൽവക്കത്തെ മതിലിനപ്പുറം ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വരും, അടുത്തിരിക്കുന്ന ഒരാൾ പുകവലിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരും, അല്ലെങ്കിൽ അലുമിനിയത്തില് പാത്രത്തില് ഫുഡ് കഴിച്ചാൽ ക്യാൻസർ വരും. ഇങ്ങനെയൊക്കെയുള്ള വളരെ അവിശ്വസനീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ ഏറ്റവും ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതുമായ ഒരു കാര്യം നിങ്ങളുടെ ജനറ്റിക് പ്രോബ്ലമാണ്. കാരണം നിങ്ങളുടെ ഫാദറും മദറും കൂടെ ചേർന്നപ്പോൾ നിങ്ങളുടെ ജീൻസിൽ വന്നിരിക്കുന്ന പ്രശ്നമാണ് നിങ്ങളുടെ ക്യാൻസറിന് കാരണമെന്ന് പറയുന്നത്. ഇത് എത്രമാത്രം അവിശ്വസനീയമാണെന്ന് നമ്മൾ ലേശം ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് 3 മാസം മുമ്പ് എനിക്ക് ട്യൂമർ വന്നത്, അല്ലെങ്കിൽ ലംബ് വന്നത്, മുഴ വന്നത് ബ്രസ്റ്റില്? അതിന് വിശദീകരണമില്ല. എന്തുകൊണ്ട് വലതുവശത്ത് വന്നു, എന്തുകൊണ്ട് ഇടതുവശത്ത് വന്നു? വിശദീകരണമില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ക്യാൻസർ പഠിക്കാൻ പോവുകയാണ്, ബ്രസ്റ്റ് ക്യാൻസർ. അതിന് 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് അതിന്റെ ഡക്ടൽ കാർസിനോമ, ഒന്ന് അതിന്റെ ഗ്ലാൻഡുലർ കാർസിനോമ. എന്തുകൊണ്ട് ഒരു ക്യാൻസർ ഗ്ലാൻഡിൽ വരുന്നു, എന്തുകൊണ്ട് ഒരു ക്യാൻസർ അതിന്റെ ഡക്റ്റിൽ വരുന്നു? ഇതിനും ജനറ്റിക്സിൽ യാതൊരുവിധ വിശദീകരണമില്ല. ആ പ്രത്യേക ടൈം ലൈൻ എന്തുകൊണ്ട് ഈ 3 മാസത്തിനപ്പുറം, 2 മാസത്തിനപ്പുറം, 4 മാസം, 5 മാസം, 1 വർഷം, 3 വർഷം, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നാണ് ഡോക്ടർ ഹാമർ പറയുന്നത്. അതുകൊണ്ട് വളരെയധികം വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം, GSK പഠിച്ചതിന് ശേഷം എല്ലാ കേസുകളും ഞാൻ ഈ ഒരു ഫ്രെയിംവർക്കിൽ കാണുകയും പരിശോധിക്കുകയും അത് വെരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ഇന്ന് അല്പം സമയം കൂടുതൽ കിട്ടും, കാരണം ഇതിൻ്റെ അത് വളരെ എളുപ്പത്തിലുള്ള ഒരു ടോപ്പിക്കാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ബ്രസ്റ്റിന്റെ അനാറ്റമി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള വിശദീകരണം എല്ലാവർക്കും അറിയുന്ന പോലെ, എന്നെ ശ്രമിക്കുന്ന മുഴുവൻ പേർക്കും അറിയുന്ന പോലെ, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ചെസ്റ്റിന്റെ ഫ്രണ്ടിലുള്ള മസിൽസിനെയാണ് നമ്മൾ പെക്ടറൽ മസിൽസ് എന്ന് പറയും. പെക്ടറാലിസ് മേജർ, പെക്ടറൽ എന്നൊക്കെ പറയും, പെക്ടറൽ മസിൽസ്. അതായത് അതാണ് നമ്മുടെ ഈ ചെസ്റ്റിന്റെ അവിടെയുള്ള മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള മസിൽസ്. അപ്പൊ അത് റിബ്സിനെ കവർ ചെയ്യുന്നു. സ്റ്റേർണം അതിന്റെ ഫ്രണ്ടിലായിട്ടുള്ള ബോണാണ്. സ്റ്റേർണം എന്ന് പറഞ്ഞാൽ മുഴ, നെഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ടിലുള്ള ബോൺ. അപ്പോ ഒരു ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പ്രായം അറിയാം. മച്യൂരിറ്റിയോടുകൂടി, അഡൾട്ട് ആകുന്നതോടുകൂടി ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ് തുടങ്ങുന്നു, ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, അതിലൊരു പ്രധാനപ്പെട്ട ഒരു ആകർഷണീയത വരാനായിട്ട് അതിന്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ പീപ്പിളിനെ അട്രാക്ട് ചെയ്യാനായിട്ട് അത് വളരെയധികം അത് ആകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ രൂപം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രധാനമായിട്ട് ഫാറ്റ് ടിഷ്യൂ ആണ്, അതല്ലെങ്കിൽ നെയ് അല്ലെങ്കിൽ ഫാറ്റ്, കൊഴുപ്പാണ് ബ്രസ്റ്റിന് അതിന്റെ ഷേപ്പ് കൊടുക്കുന്നത്. പിന്നെ അതിനെ താങ്ങി നിർത്താനായിട്ട് അതിന്റെ കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ ഉണ്ട്, ലിഗമെന്റ്സ് ഉണ്ട്. അതിന് പ്രത്യേക ലിഗമെന്റ്സിനാണ് കൂപ്പേഴ്സ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രസ്റ്റ്, ഓരോ വശത്തുള്ള ഓരോ ബ്രസ്റ്റും അതിനൊരു 15 മുതൽ 20 വരെ ലോബ്സ് ഉണ്ട്. അതിന് ഓരോ ലോബ്സിനും ലോബ്യൂൾസ് ഉണ്ട്. അപ്പൊ ഇവിടെയാണ് ഈ പറയുന്ന ഗ്ലാൻസ്, ബ്രസ്റ്റ് ഗ്ലാൻസ്. അതിന്റെ ഫങ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് മിൽക്ക്. എന്തിനാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിന്റെ കുഞ്ഞുങ്ങളെ, അതിന്റെ എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ ഒക്കെ അതേ രീതിയിൽ തന്നെയാണ് മനുഷ്യന്. അപ്പൊ മനുഷ്യരുടെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുക. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു കുഞ്ഞ് വിഷമിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ മുലപ്പാൽ ചുരത്തും, അല്ലെങ്കിൽ കുട്ടി കരയുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് അറിയാം അത് വിശന്നിട്ടാണ് കരയുന്നത്. ആ ഒരൊറ്റ സ്റ്റിമുലേഷനാണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആകുന്നതും പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അല്ലാതെ എപ്പോഴും പാല് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ കോൺഫ്ലിക്റ്റ് ആകുക, അത് ആദ്യത്തെ കാലഘട്ടത്തിൽ പ്രസവിച്ചതിന് ശേഷം വളരെ കൂടുതലായിട്ട് അത് സെൻസിറ്റീവ് ആണ്. അമ്മയുടെ മനസ്സ് മറ്റു കാര്യങ്ങളിലൊന്നുമില്ല, കുഞ്ഞിനെ പോറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കുഞ്ഞ് കരഞ്ഞാൽ അത് വിശന്നിട്ടാണ് എന്ന് തോന്നും, ഉടനെ തന്നെ പാല് ചുരത്തും, മാറില്ല. ഇതാണ് അതിന്റെ രീതി. പിന്നെ പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആ ഒരു മാസക്കാലം 28 ആഴ്ച കഴിയുന്നതോടുകൂടി കുഞ്ഞ് പുറത്തേക്ക് വരാനുള്ള സമയമാണ്. ആ സമയം ബ്രസ്റ്റ് അതിനെ പ്രിപ്പയർ ചെയ്യുവാണ് മുലപ്പാൽ കൂട്ടാൻ വേണ്ടി. പാൽ ഗ്രന്ഥികളെല്ലാം വികാസം പ്രാപിക്കുന്നതിന് പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നത്.
ഓഫ് കോഴ്സ് ഈസ്ട്രജൻ അന്നേരം കുറഞ്ഞു, പ്രൊജസ്ട്രോൺ ആണ് കൂടുതലായിട്ടുള്ള. ഈ എല്ലാ ഹോർമോൺസും കൂടെ കൂടിയിട്ടാണ് ബ്രസ്റ്റിന്റെ വലിപ്പം പ്രഗ്നൻസി സമയത്ത് വലുതാക്കുന്നതും അതിന്റെ ഫങ്ഷനിലേക്ക്, അതായത് കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന ഗ്ലാൻഡിൽ നിന്ന് അല്ലെ ലോബ്സിൽ നിന്ന്, ലൊബ്യൂൾസിൽ നിന്നും അത് നിപ്പിളിലേക്ക്, മുലഞ്ഞെട്ട് എന്ന് പറയുന്ന നിപ്പിളിലേക്ക് ഓരോ കുഴലുകളിലൂടെയാണ് അത് സഞ്ചരിച്ച് പാല് കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മുലഞ്ഞെട്ടിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് ആ നിപ്പിളിന് മാത്രമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്തെ ഒരു പ്രത്യേക ഏരിയ, അതിന് ഏറിയോള എന്നാണ് പറയുന്നത്, അത്രയും ഭാഗത്തൊരു കറുത്ത നിറം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് എപ്പിഡെർമിസ് കുറവും ഡെർമിസ് കൂടുതലുമാണ്. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലോ മറ്റാണെന്ന് തോന്നുന്നു സ്കിൻ പഠിക്കുമ്പോൾ നമുക്ക് പറയാം, സ്കിന്നിന് 2 ലെയർ ഉണ്ട്, 2 പീൽ, 2 പാളികൾ. അതിന്റെ മേലെ പാളി എപ്പിഡെർമിസ് എന്നും ഉള്ളിലുള്ളതിന് ഡെർമിസ് എന്നും പറയും. കൊറിയം സ്കിൻ എന്നും അതിന് പേരുണ്ട്. അപ്പൊ അതിന്റെ കളർ ആണ് അത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പിഗ്മെന്റഡ്, അതായത് കളർ കൊടുക്കുന്നതെല്ലാം അതിൽ കൂടുതലായിരിക്കും. പിഗ്മെന്റഡ് ഏരിയ ആണ് നിപ്പിളിന്റെ ചുറ്റുവട്ടത്തുള്ള ഏരിയകൾ. ഈ എവല്യൂഷൻ, അതായത് എങ്ങനെയാണ് ഈ മമേലിയൻ എവല്യൂഷൻ നടന്നത് എന്ന് പറഞ്ഞാൽ എംബ്രിയോളജിയും എവല്യൂഷണറി നോളജും കൂടെ കൂടുന്നതാണ് GHKയുടെ നോളജ്. ഡോക്ടർ ഹാമർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് മറയ്ക്കാനോ കുറയ്ക്കാനോ ഒന്നുമില്ല. കാരണം എംബ്രിയോളജി പഠിച്ചിരിക്കണം. എവല്യൂഷണറി ആയിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മൾ ഈ ഒരു ഒരു പ്രഗ്നൻസി പീരീഡിൽ, അതായത് ഈ 280 ഡേയ്സ് കൊണ്ട് നടക്കുന്ന അത്രയും കാര്യങ്ങൾ ഒരു മിനിയേച്ചർ ഓഫ് എവല്യൂഷൻ ആണെന്നാണ് പറയുക. അതായത് ഒരു പൂർണ്ണ രൂപത്തിൽ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ പുറത്തേക്ക് വിടുന്നത് ഒരു സെല്ല് അല്ല അരസെല്ലും കൂടെ ചേർന്ന്, ഫാദറിന്റെ അരസെല്ലും മദറിന്റെ അരസെല്ലും കൂടെ ഓവവും സ്പേമും കൂടെ ചേർന്ന് ഒരു സെല്ലായിരുന്നത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയാകുമ്പോൾ നടക്കുന്ന എല്ലാ ചേഞ്ചസും ഒരു 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 ഹ്യൂമൻ എവല്യൂഷനിൽ ഇത്രയും കാലം കൊണ്ട് നടന്ന, അതായത് അമീബ സ്റ്റേജിൽ നിന്നും ഇന്നത്തെ കാലം വരെയുള്ള ആ ഒരു ഡെവലപ്മെന്റ് മുഴുവൻ ഒരു മിനിയേച്ചർ ആയിട്ട് ഈ പറയുന്ന ഗർഭപാത്രത്തിൽ നടക്കുന്നു എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഡോക്ടർ ഹാമറിൻ്റെത് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എല്ലാ അറിവുകളും കിട്ടിയെന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഈ നിപ്പിളിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇവജനേഷൻ ആണ്, അത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഹൈ പിഗ്മെന്റേഷൻ ഉള്ളത്. എംബ്രിയോളജി ഞാൻ പറഞ്ഞു, ഇത് ബ്രസ്റ്റ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ഓൾഡ് മീസോടെ, അത് നിങ്ങൾ പഠിക്കും. ഞാൻ കുറച്ച് പിക്ചറും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവരും കാണാതെ പഠിക്കേണ്ടതാണ്. വീണ്ടും വീണ്ടും ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കാം സമയമുള്ളപ്പോഴത്തേക്കും. ഇതിനെ നമ്മൾ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാംസ്, ഏത് രോഗവും വിശദീകരിക്കണമെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ഈ സ്ട്രക്ചറിൽ എല്ലാ രോഗത്തെയും അല്ലെ എല്ലാ ടിഷ്യൂവിന്റെ ഡെവലപ്മെന്റിനെയും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇത് എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും തന്നെ ഇത് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. പുതിയതായിട്ട് വന്നിരിക്കുന്നവർ തീർച്ചയായിട്ടും learninggmm.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഇത് പഠിക്കണം. ഈ ഇതുവരെ നടന്ന എനിക്ക് തോന്നുന്നു 50 വീഡിയോസോളം ഒക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഡോക്ടർ ശശിധരനും കൂടെ നടത്തിയിട്ടുള്ള ക്ലാസ്സുകൾ, ഇതെല്ലാം കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന അതിലുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വായിച്ചാലും ഇതൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. എന്തിനാന്ന് വെച്ചാൽ അത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇടതുവശത്ത് കാണാം ഡേ ഫേസ്. ആ സമയത്ത് നമ്മൾ സിമ്പതിക്കോട്ടോണിയാണ്. നോർമോട്ടോണിയ എന്ന് പറയുന്നത് നൈറ്റ് ഫേസിൽ നമ്മൾ വാഗോട്ടോണിക് ഫേസ് ആണ്. സിമ്പതിക്കോട്ടോണിയ ഫേസ് ലെസ് ആകുന്നു അല്ലെങ്കിൽ ഇല്ലാതെ ആകുന്നു. സ്ക്രീൻ ഷെയറിംഗ് നിന്ന് പോയോ? ഉണ്ട്, സ്ക്രീൻ ഷെയറിംഗ് ഉണ്ട് ഡോക്ടർ. കാണാം അല്ലേ? ഓക്കെ ഓക്കെ. കാണാം. ഡിസ്പ്ലേയിൽ എന്തോ പറ്റി. ഓക്കെ. ഇപ്പോൾ ഈ ഒരു DHS എന്ന് പറയുന്നുണ്ട്, ഹാമർ സിൻഡ്രോം എന്ന് പറയുന്നത്, അതായത് നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇമോഷണൽ ലൈഫിൽ അപ്രതീക്ഷിതമായതും ഐസൊലേറ്റിംഗ് ആയിട്ടുള്ള, അതായത് വേറെ ആരോട് പങ്കുവെക്കാത്തതുമായിട്ടുള്ള
വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സൈക്കിക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു, അതിനെ ബയോളജിക്കൽ ഷോക്ക് എന്നാണ് പറയുന്നത്, ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. അതുണ്ടാകുമ്പോഴാണ് രോഗം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. അതിന്റെ ആദ്യത്തെ ഘട്ടത്തിനെയാണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അത് ആ സമയത്ത് അത്രയും കാലം ഒരുപക്ഷെ അത് ഈ സംഘർഷം റിസോൾവ് ചെയ്തില്ലെങ്കിൽ അത് തുടർന്നു പോകും. അതിനാണ് പ്രൊലോങ്ഡ് സിമ്പത്തിക്കോട്ടോണിയ എന്ന് പറയുന്നത്. CL എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റോ ലൈസിസ് ആണ്. അതായത് ആ സമയത്ത് ഒരാളുടെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ സമയത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മൾ രോഗങ്ങൾ എന്ന് പറയുന്ന മിക്ക രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. PCLA എന്ന് പറയുന്നത് ആ സമയത്ത് നീരുണ്ടാകും, വാട്ടർ അക്യുമുലേഷൻ ഉണ്ടാകും, ഫ്ലൂയിഡ് അക്യുമുലേഷൻ, ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന രോഗാണുക്കളുടെ അതിപ്രസരം, ഇതെല്ലാം നടക്കുന്നത് PCLAയിലാണ്. ആ സമയത്താണ് വേദന ഉണ്ടാകുന്നത്, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് തന്നെ. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മിക്ക കേസുകളിൽ ഉള്ള ഒരെണ്ണമാണ്, അല്ലെങ്കിൽ നോട്ടീസബിൾ ആയിട്ടുള്ളത്, നോട്ടീസബിൾ അല്ലാത്തതാണ്, അതിന് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് എന്ന് പറയും. അതായത് അവിടെ നിങ്ങൾക്ക് ആ കളർ മാച്ചിങ് മനസ്സിലാകും. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ തീവ്രമായിട്ടുള്ള കുറച്ച് സംഘർഷങ്ങളുടെ ഒരു വേലിയേറ്റം, ഒരു അതിപ്രസരം ആ സമയത്തുണ്ടാകും. അതിനുശേഷമാണ് രണ്ടാം ഭാഗമായിട്ടുള്ള PCLB സ്കാറിംഗ് ടിഷ്യൂ. അവിടെയാണ് നമ്മൾ യൂറിനറി ഫേസ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൂടുതൽ ഈ സമയത്ത് നമ്മൾ സൈക്കിക് മേഖലയിലുള്ളതും ബ്രെയിൻ മേഖലയിലുള്ളതും ടിഷ്യൂ മേഖലയിലുള്ള എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് വിശദീകരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ യൂറിനറി ഫേസ് എന്ന് പറയും, കാരണം മോർ ഓഫ് യൂറിൻ പാസ് ചെയ്യും. സ്കാറിങ് എന്ന് പറയും, കാരണം അതനുസരിച്ചുള്ള ടിഷ്യൂവിൽ, ഫോർ എക്സാമ്പിൾ മസിലായാലും ബോണായാലും അവിടെ എല്ലാം ഒരു സ്കാർ ടിഷ്യൂ ഫോം ചെയ്യും. അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ രോഗം എന്ന് പറയുന്നത്. അതായത് ഈ രണ്ടാമത്തെ ആ റെഡ് കളർ ഉള്ളിടത്താണ് ഹീറ്റ് ആകുന്നത്, അതായത് നമുക്ക് ചൂടുള്ളത്, പനിയുള്ളത്, അങ്ങനെ അനേകം ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് എല്ലാം ഉണ്ടാകുന്നത്. അതെല്ലാം വാഗോട്ടോണിയാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഹീലിംഗ് സിംറ്റംസ് അല്ലെങ്കിൽ രോഗം എന്ന് അറിയപ്പെടുന്ന ഇതിനോടൊരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാക്കാനും രോഗത്തെക്കുറിച്ചുള്ള ഭീതി 100% ഇല്ലാതെയാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം. ഇതും കൂടി നിങ്ങൾ പഠിച്ചേ മനസ്സിലാവുള്ളൂ. ഇതിനെ നമ്മൾ കോമ്പസ് ഓഫ് ജർമ്മൻ ന്യൂ മെഡിസിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഇടതുവശത്ത് ബ്രെയിൻ്റെ 4 ഭാഗങ്ങളെ പറയുവാണ്. അതിന് 4 എംബ്രിയോളജിക്കൽ ലെയർ, ജർമിനൽ ലെയർ എന്ന് പറയും, അതുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമേ കാണുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. താഴെ നിന്നും മുകളിലേക്ക് പോകാം. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് ബ്രെയിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് എൻഡോഡേം ഡിറൈവേറ്റീവ്സ് ആണ്. രണ്ടാമത്തേത് അതൊരു സ്ട്രേറ്റഡ് ഇങ്ങനെ വരയൊക്കെ ഉള്ളതാണ്. അതിന്റെ കൺട്രോൾ ചെയ്യുന്ന സെറിബെല്ലമാണ്. അവിടെയും നിങ്ങൾക്ക് ആ മഞ്ഞ വര ഓറഞ്ച് കളറിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ സെറിബെല്ലം കൺട്രോൾ ചെയ്യുന്നത് ഓൾഡ് മീസോഡേം ടിഷ്യൂ ആണ്. അപ്പൊ മീസോഡേം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ന്യൂ മീസോഡേം എന്ന് പറയും. ഈ മൂന്നാമത്തെ മുകളിലത്തേക്ക് പോവുക, അവിടെ നിങ്ങൾ സെറിബ്രൽ മെഡുല്ല എന്ന് കാണും. നിങ്ങൾ ബ്രെയിനിന്റെ പടത്തിലേക്ക് പോവുക, അവിടെ ബ്രെയിനിന്റെ നടുക്കു സ്ട്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഓറഞ്ചിന്റെ ഇടയ്ക്ക് റെഡ് ലൈനിങ് ഉള്ളത്, അവിടെ നിങ്ങൾക്ക് സെറിബ്രൽ മെഡുല്ല കാണാൻ പറ്റും. ഇപ്പൊ സെറിബ്രൽ മെഡുല്ല കൺട്രോൾ ചെയ്യുന്ന ഓർഗൻസ് എന്ന് പറയുന്നത് ന്യൂ മീസോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിനാണ്. അതിനാണ് സെറിബ്രൽ മെഡുല്ല കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഏറ്റവും മുകളിലുള്ള അതാണ് സെറിബ്രൽ കോർട്ടെക്സ്, കംപ്ലീറ്റ്ലി റെഡ് ആണ്. അതാണ് ബ്രെയിനിന്റെ മേജർ പാർട്ട്, ബൾക്ക് ഓഫ് ദി ബ്രെയിൻ. അതായത് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ്. അപ്പോൾ ഈ 4 ഡിവിഷനും ബ്രെയിനുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോളിങ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ജർമിനൽ ലേയേഴ്സ് എന്നുള്ള അതേ ടിഷ്യൂസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും പറയാം. ഈ ജനറൽ റൂളാണ് മോസ്റ്റ് സയന്റിഫിക് ആയിട്ട് GNMനെ അല്ലെങ്കിൽ GSK മാറ്റുന്നത്. അതായത് ഓൾഡ് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ഓൾഡ് നമ്മൾ പറയുന്ന 2 ടിഷ്യൂ, അതായത് എൻഡോഡേം ഡിറൈവ്ഡ് ആൻഡ് ഓൾഡ് മീസോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിന് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, അത് ഫസ്റ്റ് പാർട്ട് കാണിക്കുന്നത്, ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി സെല്ലുലാർ പ്രോളിഫറേഷൻ. ഇത് നമ്മൾ ബ്രസ്റ്റ് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഭാഗം കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ മുകളിലത്തെ കോളത്തിൽ നിങ്ങൾ കാണുന്നത് സെൽ ലോസ് ആണ്. അതായത് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി സെൽ ലോസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ടിഷ്യൂ, അൾസറേഷൻ, ഡിപ്ലീഷൻ,
നെക്രോസിസ്, ഇതെല്ലാം നടക്കുന്നത് ആ സമയത്താണ്. ഇനി ഏറ്റവും അവസാനത്തെ കോളത്തിലേക്ക് വരുമ്പോൾ അതിന് താഴെയാണ് സെൽ റിമൂവൽ. അതിനു വേണ്ടിയിട്ട് ഫംഗസും ബാക്ടീരിയയും, മെയിൻലി മൈക്രോ ബാക്ടീരിയ, ട്യൂബർക്കുലർ ബാസിലസ് ആണ് അതിന് ഉപയോഗപ്പെടുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റിലുള്ള മുകളിലത്തെ കുളത്തിലെ മുകളിലത്തെ ലെയറിൽ വരുന്നത് ടിഷ്യൂ റിസ്റ്റോറേഷൻ ആണ്. ടിഷ്യൂ ഡിസ്ട്രക്ഷൻ നടക്കുന്നു കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ, അത് ഹീലിംഗ് സ്റ്റേജിൽ അവിടെ ടിഷ്യൂ റിപ്പയറിംഗ് ആണ്. അപ്പം എല്ലാ രോഗത്തിന്റെ പ്രക്രിയകളിലും ഇത് അനുകൂലമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അല്പം കൂടുതൽ സമയം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ബേസിക്കിലേക്ക് കുറച്ച് പോയത്. ഇനി നമുക്ക് തിരിച്ച് നമുക്ക് പോകാം. കുറച്ച് സ്പീഡിൽ പോകാം. ഇതിനെക്കുറിച്ച് അല്പം എംബ്രിയോളജി പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, രണ്ട് വശത്തും ബ്രസ്റ്റ് ഉണ്ട്. ഹ്യൂമൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഈച്ച് ആണ് നോർമൽ കേസ്. ചിലർക്ക് അഡീഷണൽ ബ്രസ്റ്റ് ഒക്കെ ചിലർക്ക് ഉണ്ട്, രണ്ട് ടിഷ്യൂവിന്റെ റുഡിമെന്ററി ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഈ സ്റ്റേർണം മുതൽ റൈറ്റ് സൈഡ് വരെ, അല്ലെങ്കിൽ ഈ ഷോൾഡർ വരെയുള്ള ടോട്ടൽ ചെസ്റ്റിന്റെ ഹാഫ് പാർട്ടിന്റെ മിഡിലിലൂടെയാണ് അവിടെ നമ്മൾ ഒരു മിൽക്ക് ലൈൻ എന്ന് പറയുന്ന ഒരു എംബ്രിയോളജിക്കൽ പ്രോസസ് ഉണ്ട്. അതായത് ആ ലൈനിൽ തന്നെയാണ് മനുഷ്യനല്ലാത്ത മൃഗങ്ങൾക്ക്, മാമൽസിന്, ഡോഗ് അല്ലെങ്കിൽ കാറ്റ്, ഇവരുടെ ഒക്കെ ബ്രസ്റ്റ് മോർ ദാൻ 1 ഉണ്ട്. മോർ ദാൻ 1 നിപ്പിൾ അല്ലെങ്കിൽ മോർ ദാൻ 1 ബ്രസ്റ്റ് ലൈൻ ആണ്. അപ്പൊ അത് മിൽക്ക് ലൈൻ എന്ന് പറയുന്ന ലൈനിലൂടെയാണ്. അത് എക്സാക്ട്ലി ഗോസ് സെൻട്രലിലൂടെയാണ് അത് താഴത്തേക്ക് പോകുന്നത്. അപ്പൊ അത് തൊറാക്സ് മുതൽ ഗ്രോയിൻ വരെ അത് പോകുന്നതാണ് ഈ ലൈൻ. അപ്പൊ ഇവിടെയാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ഗ്ലാൻസ് ബ്രസ്റ്റ് ആയിട്ട് ഫോം ചെയ്ത്, കാരണം അവർക്കൊക്കെ മോർ ദാൻ 1 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന മാമൽസുമായിരിക്കും. അത് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ബ്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ഗ്ലാൻസ് ഈ ലൈനിൽ, മിൽക്ക് ലൈനിൽ ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ട ബ്രെയിനിലേക്ക്, ബ്രസ്റ്റിലേക്ക്, അല്ല സോറി, ബ്രെയിനിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മൾ ബ്രസ്റ്റ് ഗ്ലാൻഡിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ പടം. നിങ്ങൾ കാണുന്നത് പോലെ ബ്രസ്റ്റ് ഗ്ലാൻഡ്, അതിന്റെ നിറം തന്നെ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ഓറഞ്ച് കളറാണ്. ബ്രസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നതിന്റെ വലതുവശത്തുള്ള പടമുണ്ട്. മഞ്ഞല്ല, ഓറഞ്ച് കളറാണ് ബ്രസ്റ്റ് ഗ്ലാൻഡ്സ്. അതിന്റെ നടുക്കൂടെയുള്ള ചുമന്ന വരകളാണ് ബ്രസ്റ്റ് ഡക്ട് അല്ലെങ്കിൽ മിൽക്ക് ഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡിൽ ഉണ്ടാക്കുന്ന പാല് മിൽക്ക് ഡക്റ്റിലേക്ക് പോകുന്നത് ഈ പറയുന്ന ചുമന്ന നിറം കൊടുത്തിരിക്കുന്ന അതാണ്. കാരണം അത് എപ്പിത്തീലിയൻ ടിഷ്യൂ ആണ്, അതിനെ കൺട്രോൾ, അത് അടുത്ത പ്രാവശ്യം നമുക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഗ്ലാൻഡിനെ കുറിച്ച് പോകാം. നിങ്ങൾക്ക് ഏറ്റവും ഇടതുവശത്തുള്ള ഭാഗത്ത് നിങ്ങൾക്കറിയാം സെറിബെല്ലമാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ബ്രസ്റ്റ് ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ടതാണ് ഒന്ന്, അത് ഓൾഡ് മീസോഡിയം ഡിറൈവ്ഡ് ടിഷ്യൂ ആണ്. ഓൾഡ് മീസോഡിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പടത്തിന്റെ ബ്രസ്റ്റിന്റെ ബാക്കിയുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തിന്റെ റെഡ് കളറാണ്. അതിന്റെ ആ വരയുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ആ സ്കിന്നിന്റെ നേരെ ഉള്ളിൽ തന്നെ ഉള്ളതിനും ഈ പറയുന്ന ഓറഞ്ച് കളറാണുള്ളത്. കാരണം അത് ഡെർമിസ് ആണ്. അതിനെയും കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. ഈ ബ്രസ്റ്റ് ഗ്ലാൻഡും കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. അപ്പൊ സെറിബെല്ലത്തിന്റെ കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനൊരു യെല്ലോ സ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കളറും അതിനുണ്ട്. ഈ രണ്ട് പടം നിങ്ങൾ ബ്രസ്റ്റിനെ കുറിച്ച്, ഏത് ബ്രസ്റ്റ് കേസ് വന്നു കഴിഞ്ഞാലും ബ്രസ്റ്റ് ഗ്ലാൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ബ്രസ്റ്റ് അല്ലെ ഡക്റ്റിനെ, മിൽക്ക് ഡക്ട്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പടമാണ് ഇത്. ഗ്ലാൻഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് പരിചയമില്ലാത്തവർ ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ടോട്ടലി ആ മഞ്ഞ നിറമുള്ള മുകളിലത്തെ ഭാഗം എന്ന് പറയുന്ന ബ്രെയിൻ സ്റ്റെം ആണ്. അത് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ പഠിച്ചപ്പോൾ മറ്റ് എല്ലാം വളരെ വളരെ അധികം സമയം എടുത്ത് പഠിച്ച കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഒരു റിംഗ് അല്ലെങ്കിൽ ഒരു മാല പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെന്റേഴ്സ്,
ഇൻഡസ്റ്റൈനിന്റെയും ലിവറിന്റെയും പാങ്ക്രിയാസിന്റെയും ഒക്കെ കേന്ദ്രങ്ങളെല്ലാം അതിൻ്റെ അകത്താണുള്ളത്. അപ്പൊ ഈ താഴെയുള്ള ഓറഞ്ച് കളറിലുള്ളതാണ് സെറിബെല്ലം. അതുകൊണ്ടാണ് അതിന് യെല്ലോ സ്ട്രേ ഉള്ളത്, വരകളുള്ളത്. അതിന്റെ രണ്ട് എൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടറ്റത്ത് നിൽക്കുന്ന ആ ഒരു കേന്ദ്രങ്ങളാണ് ബ്രസ്റ്റ് ഗ്ലാൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം, അതായത് സെറിബെല്ലത്തിലുള്ള ഭാഗം. അതുകൊണ്ടാണ് അതിന്റെ സെൻട്രൽ കൺട്രോളിംഗ് സെന്ററിനെ അങ്ങനെ കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കിൾസ് ആയിട്ട് കൊടുത്തിരിക്കും. ഇവിടെ വളരെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട് ആർ, ലെഫ്റ്റ് എന്ന് എൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രസ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ബ്രസ്റ്റ് കൺട്രോൾഡ് ഫ്രം ദി റൈറ്റ് പാർട്ട് ഓഫ് ദി സെറിബെല്ലം. അതുപോലെ ലെഫ്റ്റ് ബ്രസ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി റൈറ്റ് സൈഡ് ഓഫ് ദി സെറിബെല്ലം. അപ്പൊ ഇവിടെ ഈ കൺട്രോളിങ് സെന്റേഴ്സ് വെച്ചിരിക്കുക. അതുകൊണ്ട് എന്താണ് ക്രോസ് ഓവർ കോറിലേഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഇത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരാളുടെ കേസിലാണ് റൈറ്റ് സൈഡ് കൺട്രോൾഡ് ബൈ ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രസ്റ്റ് കൺട്രോൾഡ് ബൈ ദി റൈറ്റ് ബ്രെയിൻ. അപ്പൊ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് റൈറ്റ് ഹാൻഡഡ് ലെഫ്റ്റ് ഹാൻഡഡ്, അപ്പൊ ഹാൻഡഡ്നെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എങ്കിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാക്ട്ലി ലൈക്ക് ദി കൊറിയം സ്കിൻ അല്ലെങ്കിൽ ഡെർമിസും നമ്മുടെ ഹാഫ് ഓഫ് ദി ഡെർമിസ് അല്ലെങ്കിൽ കൊറിയം സ്കിൻ വിച്ച് ഈസ് അണ്ടർനീത്ത് ദി എപ്പിഡെർമിസ്, അത് റൈറ്റ് സൈഡ് കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് ബ്രെയിൻ, ലെഫ്റ്റ് സൈഡ് കൺട്രോൾഡ് ബൈ ദി റൈറ്റ് ബ്രെയിൻ. ഇതുപോലെ തന്നെ ഇത് മനസ്സിലാവും. അപ്പൊ ഈ രണ്ട് പടം വളരെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഗ്ലാൻഡുമായിട്ടുള്ള, ഇനി നമ്മൾ അതിന്റെ ഡെക്കിലേക്ക് വരും, ബ്രസ്റ്റ് ഗ്ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ അനാറ്റമി അല്ല ഗൈനക്കോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇരിക്കുക അത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ബ്രെയിൻ ലെവൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലം പറഞ്ഞു. റൈറ്റ് ബ്രസ്റ്റ് ഗ്ലാൻസ് കൺട്രോൾഡ് ബൈ ദി ലെഫ്റ്റ് സെറിബെല്ല ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ബ്രസ്റ്റ് ഗ്ലാൻസ് കൺട്രോൾഡ് ബൈ ദി റൈറ്റ് സെറിബെല്ല ഹെമിസ്ഫിയർ. ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. ഓക്കെ, കൊറിയം സ്കിൻ പോലെ തന്നെയാണെന്നും നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി ബ്രസ്റ്റ് ഗ്ലാൻസിന്റെ ബയോളജിക്കൽ കോൺഫ്ലിക്ട് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ബ്രസ്റ്റ് പഠിക്കുമ്പോൾ, ഹ്യൂമൻ ബ്രസ്റ്റ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാട്ട് മേക്സ് the biological program or the disease to kick start അല്ലെങ്കിൽ to trigger ചെയ്യാനുള്ള കാരണം എന്താണ്? അതിന്റെ കാരണമാണ് നെസ്റ്റ് വറി കോൺഫ്ലിക്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ ഉത്തരം പറയുന്ന അത്രയും പ്രധാനപ്പെട്ടതാണ് നെസ്റ്റ് വറി കോൺഫ്ലിക്ട്. നെസ്റ്റ് NEST, നെസ്റ്റ് മീൻസ് ഒരു കിളിക്കൂട്. ഒരു കിളിക്കൂടിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവിടെയുള്ള അമ്മക്കിളിക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണോ, അതായത് അവിടെ ശത്രുക്കൾ വരാം, അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകാം, കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകാം, പറന്നു പോകാം, പങ്കാളി അല്ലെങ്കിൽ പാർട്ട്ണർ അവിടെ ഇല്ലാതെയാവാം, അല്ലെങ്കിൽ പാർട്ട്ണർ രോഗിയാവാം, കുഞ്ഞുങ്ങൾക്ക് രോഗം വരാം. ഇതൊക്കെ ഈ പറയുന്ന അമ്മക്കിളിയെ ബാധിക്കും എന്നുള്ള ബയോളജിക്കലായിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഞാൻ ആദ്യം പറഞ്ഞ കഥ. അതായത് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് പറക്കാൻ കഴിവില്ലാത്ത ഒരു കാട്ടുകോഴി അവിടെ കുഞ്ഞുങ്ങളെയും ടക്ക് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്ന് കത്തി വെന്ത് മരിച്ചു എന്ന് പറയുന്ന പോലെ അത്രമാത്രം ആ ഒരു കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം എല്ലാ മാതാക്കൾക്കും, നോർമലായിട്ടുള്ള എല്ലാ മാതാക്കൾക്കും അല്ലെങ്കിൽ മാതൃ ഹൃദയമുള്ള ശരീരമുള്ള എല്ലാവർക്കും. അതാണ് ബ്രസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ ഫങ്ഷൻ. ഇറ്റ് ഈസ് എ കൺസേൺ അബൌട്ട് ദി വെൽബീയിങ് ഓഫ് ദി ലവ്ഡ് വൺ. സ്നേഹിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ വെൽബീയിങ്, അവരുടെ നന്മ, അവരുടെ നല്ലതായിട്ടുള്ള ഒരു അവസ്ഥ, അതിനെക്കുറിച്ചുള്ള കൺസേൺ ആണ് ബ്രസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന രോഗാവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമ്മുടെ ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ പറയുന്നതാണ് കൺസേൺ അബൌട്ട് പെറ്റ്സ്, പെറ്റ്സ്. വളർത്തു മൃഗങ്ങളോടും ഇതേപോലെയുള്ള സാമീപ്യമുള്ള ധാരാളം പേര് നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ നമ്മൾ കാണാറുണ്ട്. കേരളത്തിലെ പോലെ നമ്മൾ മലയാളം പറയുന്ന ഈ രാജ്യത്ത് അത്രമാത്രം ഇല്ല എങ്കിലും ഉണ്ട്. ധാരാളം പേര് ഈ പെറ്റ്സിനോടും ഇതേപോലുള്ള സമീപനം, എൻ്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ
ഉള്ള ഒരു സമീപനം നടത്തുന്ന ധാരാളം പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വളർത്തു ജീവി മരിച്ചു കഴിഞ്ഞാലും അത് ഒരു അമ്മേനെ, ഒരു സ്ത്രീയെ എങ്ങനെ ബാധിക്കും? ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള അവസ്ഥ ഈ അമ്മയ്ക്ക് ഉണ്ടായേക്കാം. സോ വറി അബൌട്ട് ദി നെസ്റ്റ് ഇറ്റ്സെൽഫ്, അതും വരാം. എന്താണ്? എൻ്റെ മൊത്തത്തിലുള്ള കുടുംബത്തെ കുറിച്ചുള്ള ആകുലത. ആ കുടുംബത്തിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. അച്ഛൻകിളിയുണ്ട്, കുഞ്ഞിക്കിളികളുണ്ട്, അമ്മക്കിളിയുണ്ട്. അപ്പൊ മൊത്തത്തില് ഈ പറയുന്ന കുടുംബത്തിന്, വീട്ടിന്, ഫാമിലിക്ക്, ഹോം, നെസ്റ്റ്, അപ്പൊ ഇതിന് വരുന്ന അവസ്ഥയെ കുറിച്ചുള്ള കൺസേണും ഈ പറയുന്ന അമ്മ അല്ലെങ്കിൽ അമ്മക്കിളിക്ക് ഉണ്ടാകാം. അപ്പൊ ഈ വറി ആസ്പെക്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ലാറ്ററാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏത് ബ്രസ്റ്റിലാണ് മുഴ വരുന്നത് എന്നുള്ളത് റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ എന്ന് ആദ്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കേസ് എഴുതുന്ന ഡോക്ടർമാരാണെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തീർച്ചയായിട്ടും ഉണ്ടാവും റൈറ്റ് ഹാൻഡഡ് ഫീമെയിൽ, ലെഫ്റ്റ് ഹാൻഡഡ് ഫീമെയിൽ. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ് ബ്രസ്റ്റ് ലെഫ്റ്റ് ബ്രസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡഡ് ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം മദർ ആൻഡ് ചൈൽഡ് കോൺഫ്ലിക്റ്റ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ലെഫ്റ്റ് ബ്രസ്റ്റ്. അപ്പൊ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന എല്ലാ മുഴകളും എന്താണ്? നെസ്റ്റ്, വറി അബൌട്ട് മദർ ഓർ ഹെർ ചൈൽഡ്. റൈറ്റ് ബ്രസ്റ്റിൽ ഉണ്ടാകുന്നതോ അത് പാർട്ട്ണർ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് പങ്കാളി എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത, ലൈംഗിക പങ്കാളി വരാത്ത പെൺകുട്ടികൾക്കും ഈ പറയുന്ന മുഴകൾ വരാം. അത് പലപ്പോഴും അച്ഛൻ ആയിട്ടുള്ള ആണ്, അല്ലെങ്കിൽ കല്യാണം വരെ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നത് വരെ, ലൈഫ് പാർട്ട്ണർ, സെക്സ് പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നവരെ ഫാദർ ആണ് പാർട്ട്ണർ സൈഡിൽ വരുന്നത്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നത്. പിന്നെ മൊത്തത്തിൽ ഉള്ള കുടുംബത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, നെസ്റ്റ് ആസ് എ ഹോൾ, നെസ്റ്റ് വറി എന്ന് പറയുന്നതിൻ്റെ അകത്ത് അതും കൂടെ വരും. നെസ്റ്റ് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ വീട് എന്നുള്ള സങ്കല്പത്തിൽ ഉണ്ടാകുന്ന, അമ്മയ്ക്കുണ്ടാകുന്ന വറീസ് ആണെങ്കിലും അത് മദർ ആൻഡ് ചൈൽഡ് വശത്താണ് വരുന്നത്. ഒരുപക്ഷെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കുടുംബത്തെ കാണുന്നവരുണ്ടാവും, കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കുടുംബത്തെ കാണുന്നവരുണ്ടാവും. ഇതൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി എന്താണ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസ്? ഞാൻ അതിനു വേണ്ടിയാണ് ആദ്യത്തെ ഫിഗർ കാണിച്ചത്. കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ബ്രസ്റ്റ് ഗ്ലാൻഡ് ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി മൾട്ടിപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞു. ഇത് എക്സ്റ്റേണൽ അപ്പിയറൻസിൽ, കാരണം നിപ്പിളിനൊന്നും അതിൽ ഷേപ്പ് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് ഷേപ്പ് മാറ്റം വരുന്നത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഒരു ബ്രസ്റ്റിന്റെ അതർ പാർട്ട് ഓഫ് ദി ബ്രസ്റ്റിൽ നമ്മൾ പാൽപേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് പേഷ്യന്റ് വരുന്നത്, അവിടെ പാൽപേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലംബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവര് കംപ്ലൈന്റുമായിട്ട് വരുന്നത്. ഒരു DHS ഉണ്ടാവണം, ഡിർക്ക് ഹാമർ സിൻഡ്രോം ഉണ്ടാവണം. ആ ഡിർക്ക് ഹാമർ സിൻഡ്രോത്തിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു. അതായത് കോൺഫ്ലിക്റ്റ് അബൌട്ട് ദി മദർ ചൈൽഡ് കോൺഫ്ലിക്റ്റ് ആണ്. ലെഫ്റ്റ് ബ്രസ്റ്റ് ആണെങ്കിൽ, റൈറ്റ് ബ്രസ്റ്റ് ആണെങ്കിൽ പാർട്ട്ണർ കോൺഫ്ലിക്റ്റ് ആണ്. ഇനി കോൺഫ്ലിക്റ്റ് അബൌട്ട് ദി നെസ്റ്റ് ആസ് എ ഹോൾ ആണെങ്കിൽ മദർ ചൈൽഡ് സൈഡിൽ തന്നെയാണ് വരുന്നത്. ഇനി ഈ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ, അപ്പോൾ എല്ലാ കേസിലുള്ള പോലെ ഒരു ഡിർക്ക് ഹാമർ സിൻഡ്രോം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിർക്ക് ഹാമർ സിൻഡ്രോം ആണ് അതിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉടനെ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സെൽ പ്രോളിഫറേഷൻ ആണ്, സെൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് കൈകൊണ്ട് തടവി നോക്കി രോഗി അവിടെ ഒരു തടിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രോഗികൾ സാധാരണ ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ തടിപ്പ്? എന്തിനു വേണ്ടിയിട്ടാണ് ആ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്? ദാറ്റ് ഈസ് ഓൺലി ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി മിൽക്ക്. കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുക. എങ്ങനെയാണ് ഒരു കുഞ്ഞ് കരയുന്നത്? അപ്പോൾ അമ്മയുടെ മനസ്സിലെ കുഞ്ഞിന് വിശക്കുന്നു, കുഞ്ഞിന് സങ്കടമാണ്, കുഞ്ഞിനെ സഹായിക്കണം എന്നുള്ളതുകൊണ്ട് കുഞ്ഞിന് സ്നേഹം കൊടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെ സ്നേഹം പാലിലൂടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. അതായത് കുഞ്ഞിന് നറിഷ്മെന്റ് കൊടുക്കണം, കുഞ്ഞിന് പാല് കൊടുക്കണം. അപ്പോൾ നെസ്റ്റിന്റെ അകത്തുള്ള ഒരു മെമ്പറാണ് കുഞ്ഞ്. അത് കുഞ്ഞുങ്ങളായാലും ഏത് കുഞ്ഞായാലും വറിയുടെ, ചിലപ്പോൾ 4-5 കുഞ്ഞുങ്ങളുള്ളതിൽ ഒരാളെ കുറിച്ചായിരിക്കും നെസ്റ്റ് വറി ഉണ്ടാവുക. കാരണം ബാക്കിയുള്ളവർ സെറ്റിൽഡ് ആണ്, വേറൊരാൾ കുഴപ്പമില്ല, ഒരാൾ വല്ലാതെ വിഷമിക്കും. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന മാതാവിന്റെ എന്താ പറയണ്ടേ, ബ്രസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ത്രസിക്കുന്നത് എന്നൊക്കെ വലിയ സാഹിത്യത്തിൽ നമുക്ക് പറയാം. അവർക്ക് വേണ്ടിയിട്ടാണ് അത് ചേഞ്ചസിനെ അണ്ടർഗോ ചെയ്യും.
അത് പലപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇത് വരാമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. അല്ലാതെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് മാത്രം മുലപ്പാലിൽ അല്ലെ മുലയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഗ്ലാൻഡുകൾ വലുതായതുകൊണ്ട് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പാലൊക്കെ പണ്ടേ വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത് തീർന്നോടെ പാൽ ഉൽപാദനം ഇല്ലാത്ത ഗ്രന്ഥികളിൽ പോലും അവിടെ അതിനുവേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ബയോളജിക്കൽ പർപ്പസ് എന്ന് പറയുന്നത്, പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. വിഷമിക്കുന്നവർക്ക് പാലിലൂടെ സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി അതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ബ്രസ്റ്റ് ഫീഡിങ് നിന്ന കേസ് ആണെങ്കിൽ പോലും ഈ ലംബ് ഫോർമേഷൻ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഈ കോൺഫ്ലിക്റ്റ്, അതായത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ചേഞ്ച് ആയിട്ടായിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇന്റൻസിറ്റി, എത്ര സീരിയസ് ആണോ, ഗൗരവത്തിലാണോ ഉള്ളത്, എത്ര നാൾ അത് നീണ്ടു നിൽക്കുന്നോ അതനുസരിച്ചിട്ട് ഈ പറയുന്ന ട്യൂമറിന്റെ, മുഴയുടെ, ലംബിന്റെ സ്വഭാവം, അതിന്റെ നിലനിൽക്കുന്ന സ്വഭാവം, അതിന്റെ വലിപ്പം, എന്തുമാത്രം അത് നോട്ടീസബിൾ ആവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ആ ഏത് വശം ഞാൻ വീണ്ടും പറയുന്നു, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. അപ്പൊ ആ വശത്ത് കൂടുതലായിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇങ്ങനെ വരുന്ന എല്ലാം ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ഫാഷനാണ്. ഏത് CT സ്കാൻ റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇടതുവശത്ത് ഒരു ക്വറി ഇടും, പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഏത് മുഴയും ഇന്ന് ക്യാൻസർ ആണ്, അല്ലെ ക്യാൻസർ ആയേക്കാം എന്നുള്ള രീതിയിലാണ് രോഗികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും അതനുസരിച്ചിട്ട് അവര് മുതലെടുക്കുന്നതും, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് മാറ്റി അവരെ കൊണ്ട് ഭയപ്പെടുത്തി, ഭയത്തിൽ നിലനിർത്തി ഏതെങ്കിലും രീതിയിൽ, കാരണം അത് സാരമില്ല, നിങ്ങൾ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ മതി, അതിൻ്റെ കൂടെ നിങ്ങളുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കിയാൽ മതി എന്ന് പറയുക അല്ല അവർ ചെയ്യുക. അയ്യോ, ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭാവിയിൽ വലിയ ക്യാൻസർ ആവും. അപ്പൊ പാവപ്പെട്ട കല്യാണം കഴിക്കാത്ത പെൺകുട്ടി വിചാരിക്കും ഒരു ഇവിടെ ഇത്രയും ഭാഗം ഒന്ന് കീറിയാൽ സാരമില്ല, അതൊരു ചെറിയൊരു സ്കാറായിട്ട് അവിടെ കിടന്നോട്ടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരത് സമ്മതിക്കത്തില്ല. അവർ പറയും, അയ്യോ, കല്യാണം കഴിച്ചതാണോ, ഒരു ഒന്നോ രണ്ടോ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ, പിന്നെ രക്ഷയില്ല. കാരണം അവർ പറയും, അയ്യോ, ഇതെന്തിനാ ഇത് വെച്ചോണ്ടിരിക്കുന്നത്, നമുക്കത് ഭാവിയിൽ ക്യാൻസർ ഉണ്ടായേക്കും, അതുകൊണ്ട് ഇപ്പോഴേ മാറ്റണമെന്ന്. ഇതാണ് കൺവെൻഷണൽ മെഡിസിന്റെ സമീപനം. അതുകൊണ്ട് എല്ലാം മലിഗ്നന്റ് ആണ്, അല്ലെ മലിഗ്നന്റ് ആയേക്കാം എന്നുള്ള, ക്യാൻസർ ആയേക്കാം, അല്ലെ ക്യാൻസർ ആണ്, ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ സ്റ്റേജ് 1, 2, 3, 4, 5 ആയിട്ടിരിക്കുന്നു, അതിൽ ഒന്നാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന 100%, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, 100% ഓഫ് ദി ട്യൂമേഴ്സ് ഇൻസൈഡ് ദി ബ്രസ്റ്റ് ഓർ ഓൺ ഇൻ ദി ബ്രസ്റ്റ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും വളരെ കൃത്യമായിട്ട്. കാരണം അതിൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ഇനി നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഗ്ലാൻഡിനെയും ഡക്റ്റിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഹീലിംഗ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? കാരണം ഇവിടെ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായി, ട്യൂമർ ഫോർമേഷൻ ഉണ്ടായി. ഇനി ഈ ട്യൂമർ ഫോർമേഷൻ എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം. കുറച്ചുകൂടെ സ്പീഡിൽ പോകാം, കുറച്ചുകൂടെ പറയാനായിട്ടുണ്ട്. അപ്പൊ ഹീലിംഗിൽ എന്താണ് ചെയ്യുന്നത്? ഈ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യാൽ മാത്രമേ ഹീലിംഗ് നടക്കത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ബാക്ടീരിയ, ആ ബാക്ടീരിയ പ്രധാനമായിട്ട് TB ബാക്ടീരിയ ആണ്, ഫംഗസ് ആണ്, അല്ലെങ്കിൽ മറ്റു ബാക്ടീരിയയും അവിടെ വരും. അവിടെ ഉണ്ടാകുന്ന മുഴ ഹീലിംഗിന്റെ സ്റ്റേജിൽ അത് അത്ര സിമ്പിൾ അല്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദി സൈസ്, വളരെ വലുതാണെങ്കിൽ അവിടെ ഈ ബാക്ടീരിയയും ഫംഗസും ഒക്കെ അതിനെ ഒരു വലിയൊരു ട്യൂമർ ഫോർമേഷൻ ആക്കി വെച്ചിരിക്കുകയാണ്. അത് പുറത്തേക്ക് ഒഴുകി കളയാനുള്ള മാർഗം ശരീരം സ്വീകരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിലൊരു വലിയ സിറസ് ഫ്ലൂയിഡ് ഉണ്ടാകും, അത് ഒത്തിരി പ്രോട്ടീൻ ലോസ് ഉണ്ടാകും. അത് ഫ്ലൂയിഡ് പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്യൂബർക്കുലാർ ബാസിലസ് ആയതുകൊണ്ട് ട്യൂബർക്കുലാർ സെക്രീഷൻ എന്ന് പറയും. അതിനെ പലപ്പോഴും അത് പുറത്തേക്ക് പൊട്ടിയിട്ടില്ലെങ്കിൽ അത് ബോഡി തന്നെ അതിനെ ഒരു സിസ്റ്റ് പോലെ, അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതും കാണാറുള്ള കാര്യമാണ്. ഇപ്പോൾ വളരെ ചെറിയ തോതിലുള്ള ഔട്ട് ബേഴ്സ്റ്റ് അല്ലെങ്കിൽ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും. ഇതാണ് നിപ്പിളിൽ നിന്ന് ദൂരെയാണ് മാറിയിട്ട് ഈ ട്യൂബർക്കുലർ ബാസിലസും, അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫംഗസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും, വെളുത്ത ഫംഗസ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ എൻ്റെ GNM പഠിച്ച ആദ്യകാലത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഇതേപോലെയുള്ള, അതിനുശേഷവും കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഇതേപോലെയുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അപ്പൊ അന്നൊന്നും
കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീട് വെളുത്ത ആ ഭാഗം എന്ന് പറയുന്നത് മുഴുവൻ ഫംഗസ് ആണ്. അവിടെ ഹീലിംഗ് ആണ് നടക്കുന്നത്. പക്ഷെ ഹീലിംഗ് ആണെങ്കിൽ എന്തുകൊണ്ട് അത് കാരണം ഒത്തിരി ഒത്തിരി കോൺഫ്ലിക്ട്സ് ഞാൻ പിന്നീട് പറയാം. കോൺഫ്ലിക്ട്സ് അതിനോട് കൂടി രോഗിക്കുണ്ടാകും. ആ രോഗിക്കുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആണ് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരിക്കലും ക്യാൻസർ എന്ന് പറയുന്ന പ്രതിഭാസം മരണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമല്ല എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ. അപ്പൊ ആ സമയത്ത് എല്ലാ സ്വെല്ലിങ്സ് ഉണ്ട്, വീക്കം ഉണ്ട്, രാത്രിയിൽ സ്വെറ്റിങ്, രാത്രി നൈറ്റ് സ്വെറ്റ്സ്. അത് ട്യൂബർക്കുലർ ബാസിലസ് എവിടെയെല്ലാം നമ്മുടെ ബോഡി ഹീലിംഗിൽ ഇൻവോൾവ് ആകുന്നുണ്ടോ അവിടെയെല്ലാം നൈറ്റ് സ്വെറ്റ്സ് ഉണ്ടാകും. ഓൾഡ് മീസോളിയം ഹീലിംഗ് നടക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഷാർപ്പ് പെയിൻ ഉണ്ടാകും. ഇതെല്ലാം ഈ ഹീലിംഗ് സിംറ്റംസിലുള്ളതാണ്. ഇനി സിൻഡ്രോം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കിഡ്നി വിശദീകരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് അക്യുമുലേഷൻ. ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ് വാട്ടർ അക്യുമുലേഷൻ, വാട്ടർ റിട്ടൻഷൻ അങ്ങനെയൊക്കെ പറയുന്നത്. അത് ഐസൊലേഷൻ ഫീലിംഗ് വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഓക്കെ, ഓക്കെ, താങ്ക് യു. വീഡിയോ എങ്ങനെയാണ് ഓഫായി പോയെന്ന് എനിക്ക് അറിയത്തില്ല. താങ്ക് യു. ഓക്കെ ആണല്ലോ അല്ലേ? ടെക്നിക്കൽ ഓക്കെ ഓക്കെ. സാർ. ഓക്കെ, തുടരാം. സ്പീഡിൽ തന്നെ പോയി കളയാം. നീര്, വീക്കം, സ്വെല്ലിംഗ്, നൈറ്റ് സ്വെറ്റ്സ് അതൊക്കെ ഞാൻ പറഞ്ഞു. ഷാർപ്പ് പെയിൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. സിൻഡ്രോം എന്ന് പറയുന്നത് ഐസൊലേഷൻ വരുമ്പോഴാണ്. ഫോർസേക്കൻ ഫീലിംഗ്, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് നമ്മുടെ കിഡ്നി മീഡിയേറ്റഡ് ആയിട്ടുള്ളതാണ്. വാട്ടർ റിട്ടൻഷൻ, അങ്ങനെയാണ് നമുക്ക് ഭയങ്കരമായ ലാർജ് സ്വെല്ലിങ്സ് ഉണ്ടാകുന്നത്. ഓക്കെ. അത് ഒത്തിരി സമയമെടുത്തിട്ട്, അതായത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി നടക്കുന്നു. അപ്പൊ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. കോൺഫ്ലിക്റ്റ് ഹീൽ ചെയ്യാനായിട്ട് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് വരുമ്പോഴാണ് ഗ്ലാൻഡ് സെൽസ് തന്നെ നഷ്ടപ്പെടും. അപ്പം ചിലപ്പോൾ ഈ ഗ്ലാൻഡിന്റെ സൈസ് ഒക്കെ കുറഞ്ഞ് ബ്രസ്റ്റ് തന്നെ ചുരുങ്ങി റെഡ്യൂസ്ഡ് ആൻഡ് അത് പിന്നെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വരും. അപ്പൊ അത് എങ്ങനെയാണ് ഒരു ടിഷ്യൂ ഡാമേജ് ആകുമ്പോൾ, ഡാമേജ് മീൻസ് ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്നത്, ചിലപ്പോൾ സിസ്റ്റ് ആയിട്ട് നിന്നേക്കാം. ചിലപ്പോൾ അത് കവേൺസ് എന്ന് പറഞ്ഞാൽ ഒരു ദ്വാരമാണ് അതിൻ്റെ അകത്തുള്ള. അത് ഇപ്പൊ കവേൺസ് ഫോർമേഷൻ വന്നേക്കാം, മൈക്രോ കാൽസിഫിക്കേഷൻ വന്നേക്കാം. കാരണം എല്ലാ ഹീലിംഗ് സ്റ്റേജ് നമ്മുടെ ബോഡിയുടെ ഒരു തന്നെയുള്ള ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ഹീലിംഗ് സ്റ്റേജ്, റിപ്പയറിങ്, ഫൈനൽ, ഓവർ എന്ന് പറയുന്നിടത്തെല്ലാം കാൽസിഫിക്കേഷൻ ഉണ്ടാവും. ആ കാൽസിഫിക്കേഷൻ വരുമ്പോൾ അവിടെ മൈക്രോ കാൽസിഫിക്കേഷൻ ഇതെല്ലാം വരുന്നേക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് മാമോഗ്രാമിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ സിസ്റ്റ് ഫോർമേഷൻ ഇവിടെ വാട്ടർ റിട്ടൻഷൻ ആണ്. അപ്പോൾ സ്കാറിഫിക്കേഷൻ വരുമ്പോഴാണ് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് എന്നൊക്കെയുള്ള വിവിധമായ പേരുകളിൽ വരും. ഇപ്പൊ ചില കേസുകളിൽ നമ്മൾ നേരത്തെ പല കേസുകൾ പറഞ്ഞിട്ടുള്ള ചില കേസുകളിൽ മൈക്രോബ്സ് ആബ്സെന്റ് ആകും. ഒത്തിരി ആന്റിബയോട്ടിക്സ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു കേസിലാണെങ്കിൽ ട്യൂമർ അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യും. അത് ചിലപ്പോൾ എൻകാപ്സുലേറ്റഡ് ആയിരിക്കും, ഒരു ക്യാപ്സ്യൂൾ കവറിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. കണക്റ്റീവ് ടിഷ്യൂ ആണ് ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഹീലിംഗിലേക്ക് വരുന്നില്ല. അത് എന്നും അവിടെ അങ്ങനെ നിൽക്കുന്നതായിട്ട് ചിലപ്പോൾ ഒത്തിരി വർഷങ്ങളോളം ചിലപ്പം ഈ പറയുന്ന പ്രതിഭാസം തുടരുകയും ചെയ്യാം. നമ്മൾ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇതിന്റെ കൂടെ ഈ സ്കിന്നിനെ ബാധിക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള കാരണം പലപ്പോഴും ഒരു പെൺകുട്ടി അവളുടെ ബ്രസ്റ്റിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആയതുകൊണ്ട് ഒരു അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ട് എടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ് ആയിട്ട് എടുത്തേക്കാം. അപ്പോൾ സ്കിന്നിൽ ഭയങ്കരമായ ഡിസ്കളറേഷൻസ്, സ്കാറി ടിഷ്യൂ ചേഞ്ചസ്, പിഗ്മെന്റേഷൻ ഇതെല്ലാം വന്നേക്കാം. അപ്പൊ ഇത് കുറെ നാളുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റ് മാറുന്നില്ലെങ്കിൽ ബ്രസ്റ്റിന്റെ ഷേപ്പുകളെല്ലാം മാറിയേക്കാം. ഈ ഓപ്പൺ ആയി കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ കോൺസ്റ്റന്റ് ആയിട്ട് ഊസിങ് ഉണ്ടായേക്കാം. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നഷ്ടപ്പെടുന്ന ഫ്ലൂയിഡ് പ്രോട്ടീനാണ്. ഇപ്പൊ പ്രോട്ടീൻ ലോസ് ഉണ്ടായേക്കാം. പിന്നെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വർഷങ്ങളോളം ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നതായിട്ടൊരു അവസ്ഥ വരും. ഇപ്പോൾ ഒരു ഫീലിംഗ് സോയിലുണ്ട്, എപ്പോഴും ഒരു അഴുക്ക് തോന്നൽ, ഒരു ഡിസ്കസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഇതിന്റെ ഉണ്ടാവും. ഇതുകൊണ്ടൊക്കെയാണ് അവസാനം പലപ്പോഴും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, കോൺഫ്ലിക്റ്റ് സ്പ്രെഡ് ആകുന്നു, പല പല കോൺഫ്ലിക്റ്റുകൾ അസോസിയേറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെയാണ് മരണം നടക്കുന്നത്. അല്ലാതെ ഈ രോഗം എന്ന് പറഞ്ഞ് ഉള്ള ഈ ബയോളജിക്കൽ ചേഞ്ചസ് ഒരിക്കലും ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ
നിങ്ങൾ അറ്റ് ദി ഏർലിയസ്റ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ GNM ലേണിംഗ് GHK തെറാപ്പി എന്ന് നമ്മൾ പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രോഗിയെ വളരെ എളുപ്പത്തിന് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്തതാണ്. ഡോക്ടർ ശശിയൊക്കെ പങ്കെടുത്തിരുന്നു ഗ്ലോബൽ GHKയുടെ പ്ലാറ്റ്ഫോമിൽ. ഇനി പലപ്പോഴും ഈ ലിംഫാറ്റിക് എലിമിനേഷൻ പലപ്പോഴും പറയുന്നത് സ്പ്രെഡായി സെക്കൻഡറീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് GHK ഇല്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അതായത് മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇല്ല, അത് വേറൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിൽ നിന്നും ബോണിലേക്ക് മെറ്റാസ്റ്റേസിസ് എന്ന് അങ്ങനെയല്ല. ബ്രസ്റ്റിനെ കുറിച്ചുള്ള സെൽഫ് ഡീവാലുവേഷൻ വളരെ ഇന്റൻസ് ആകുമ്പോഴാണ് റിബ്സിലും അല്ലെങ്കിൽ സ്റ്റേർണത്തിലും ഒക്കെ ചേഞ്ചസ് വരുന്നത്. അത് കണ്ടിട്ടാണ് അത് ബ്രസ്റ്റിൽ നിന്നും സ്റ്റേർണത്തിലേക്ക് വന്നു എന്നൊക്കെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൺവെൻഷണൽ മെഡിസിൻ തരുന്നത്. അപ്പോൾ ലിംഫാറ്റിക്സ് അറിയാം, നമ്മൾ അതിന്റെ കോൺഫ്ലിക്റ്റ് നമ്മൾ പഠിച്ചതാണ് നേരത്തെ, അല്ലെങ്കിൽ ഇനിയാണോ വരുന്നത്. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മൊത്തത്തിൽ സെൽഫ് ഡീവാലുവേഷൻ തന്നെയാണ്. അത് ബോണിന്റെ അത്രയും ഇന്റൻസ് അല്ലെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഈ ലിംഫാറ്റിക് ലിംഫഞ്ചൈറ്റീസ് അല്ലെങ്കിൽ ലിംഫാറ്റിക്സിന്റെ പ്രോമിനൻസ് വന്നേക്കാം, ലിംഫ് ഗ്ലാൻസ് എൻലാർജ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് ആക്സിലറി ഗ്ലാൻസ് ഇതൊക്കെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് കാണുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഇത് ത്രൂ ഗ്ലാൻഡുലർ അസോസിയേഷൻ, ഗ്ലാൻസിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡീവാലുവേഷൻ ആണ്. സോ ഐ ഗോട്ട് എ ക്യാൻസർ അല്ലെ ഐ ഗോട്ട് എ ട്യൂമർ ഓൺ മൈ ബ്രസ്റ്റ്, എന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ഡിസ്ഫിഗർമെന്റ് ആയതോടുകൂടി അതിന്റെ സെൽഫ് ഡീവാലുവേഷൻ ആണ് അതിന് കാരണമെന്ന് ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും മെറ്റാസ്റ്റസിസ് അല്ല, കൺവെൻഷണൽ മെഡിസിൻ അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ സിവിയർ ആയിട്ടുള്ള ഒരു സെൽഫ് ഡീവാലുവേഷൻ ആണ് പലപ്പോഴും ബോൺസിലേക്കും സ്റ്റേർണത്തിലേക്കും അല്ലെ സ്റ്റേർണവും റിബ്സിലേക്കും ഒക്കെ പോകുന്നത്. ഇത് പലപ്പോഴും മാസ്റ്റക്ടമിയിലേ അവസാനിക്കാറുള്ളൂ. കാരണം ഒരു കുട്ടിയുണ്ട്, രണ്ട് കുട്ടിയുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരുടെ ടോട്ടൽ മാസ്റ്റക്ടമിയിൽ മാത്രം നിർത്തുന്ന ഒരു രീതിയിലേക്കാണ് ഇന്നത്തെ ലോകത്തിലെ മുഴുവൻ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ധാരാളം പേരെ നിങ്ങളുടെ ചികിത്സ എന്നെ ശ്രമിക്കുന്ന ഡോക്ടേഴ്സിനോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതകാലത്ത് ധാരാളം പേരെ അവരുടെ ബ്രസ്റ്റ് ഡിസ്ഫിഗർമെന്റ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനോട് ചിലപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് പറയാവുന്ന പ്ലൂറൽ എഫ്യൂഷൻ ചിലപ്പോൾ വന്നേക്കാം. കാരണം ഈ ഇഡിമ ജനറൽ ആയിട്ടുള്ള ഇഡിമ ഉണ്ടാകും ഹീലിംഗ് ഫേസിൽ, അത് ചിലപ്പോൾ പ്ലൂറായാലും വന്നേക്കാം. അങ്ങനെ പ്ലൂറൽ കാവിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡും ചിലപ്പോൾ പ്ലൂറൽ എഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാക്കും. ഇതൊക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ഇനി ഫാറ്റ് ടിഷ്യൂ ഇൻവോൾവ് ആണെങ്കിൽ ചിലപ്പോൾ ലിപ്പോമ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകാം. അത്ര സീരിയസ് അല്ല എന്ന് ഡോക്ടർമാർ പോലും പറയുന്നതാണെങ്കിൽ പോലും അതും ഇതിന്റെ കാരണം കൊണ്ടുവരാം. അപ്പൊ അതിനെയും ഈ ലിപ്പോമ പോലും ക്യാൻസർ ആയേക്കാം എന്ന് പറഞ്ഞിട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. വളരെ ചുരുങ്ങിയ വാക്കില് ബ്രസ്റ്റ് ക്യാൻസർ ഇൻ മെൻ അതും തീർത്തും ഇല്ലാത്ത ഒരു സംഗതിയല്ല. അതായത് മാമറി ഗ്ലാൻസ് മെയിലിനുണ്ട്, പക്ഷെ അവരുടെ മെയിൽ ഡ്യൂ ടു ദി ടെസ്റ്റോസ്റ്ററോൺ പ്രിഡോമിനൻസ് അവരുടെ ബ്രസ്റ്റ് ഫീമെയിൽ ബ്രസ്റ്റ് പോലെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടാണ് അവരുടെ ലൈഫ് ടൈമിൽ മുഴുവനുള്ളത് എന്ന് വിചാരിച്ച് ഈ നെസ്റ്റ് വറി, എസ്പെഷ്യലി വെൻ ദി ടെസ്റ്റോസ്റ്ററോൺ ഹാസ് ഗോൺ ഡൗൺ ഇൻ ആൻ ഇൻഡിവിജ്വൽ, ദി ഫീമെയിൽ ഹോർമോൺസ് പ്രോമന്റ് ആകുന്ന ഒരാൾക്ക് ഈ നെസ്റ്റ് വറി കോൺഫ്ലിക്റ്റും ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ മറക്കണ്ട. അപ്പം മെയിൽ ലാക്ടേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇതിന്റെ കോൺഫ്ലിക്റ്റ് കൊണ്ടല്ല, അത് വേറെ പിറ്റ്യൂട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള ചില കോൺഫ്ലിക്റ്റുകൾ കൊണ്ടാണ് അതുണ്ടാകുന്നത്. കാരണം പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് സെക്രേഷൻ വരാം, അത് മിൽക്ക് പ്രൊഡക്ഷനെയും മെയിലിലും ഉണ്ടായേക്കാം. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവാണ്, മിൽക്ക് ഡക്സിലേക്ക്. അതിന്റെ സ്ട്രക്ചർ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്, മറന്നു പോകരുത്. ഇതിന്റെ കളർ നിങ്ങൾ ശ്രദ്ധിക്കുക, റെഡ് കളറാണ്. അതായത് ബ്രസ്റ്റ് ഗ്ലാൻഡിന് നടുക്കൂടെയുള്ള ചെറിയ റെഡ് ലൈനിങ് ആണ് മിൽക്ക് ഡക്സ്. ആ റെഡ് ലൈനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പം സെറിബ്രൽ കളർ നിങ്ങൾ മറന്നേക്കരുത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന സെൻസറി കോർട്ടെക്സ് ആണ്. സെൻസറി കോർട്ടെക്സിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് നിങ്ങൾ വലതുവശത്ത് കാണുന്നത്. അതിനെ ഹോമങ്കുലസ് എന്നൊക്കെ പറയും. അതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ മുകളിലുള്ള ആ ഭാഗമാണ് സെൻസറി കോർട്ടെക്സിന്റെ കൺട്രോളിങ് സെന്റർ ഓഫ് ദി മിൽക്ക് ഡക്സ്, നോട്ട് മിൽക്ക് ഗ്ലാൻസ്. മിൽക്ക് ഗ്ലാൻസ് നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ, അത് സെറിബെല്ലത്തിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് സെൻസറി കോർട്ടെക്സ് ഓഫ് ദി സെറിബ്രൽ കോർട്ടെക്സിലാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മാറി വരും. റൈറ്റ് ഹാൻഡഡ് ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഇതൊരു കാര്യം നേരത്തെ പല കേസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയുള്ള ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ എന്ന് പറയും. ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി എ നംനെസ്.
അല്ലെ ഹൈപ്പോ എസ്തേഷ്യ എന്ന് പറയും. അതായത് നമ്മൾ നമ്മളിതിന്റെ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയാൻ പോവാണ്. സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെപ്പറേഷൻ സംഭവിക്കുന്ന സമയത്ത് ബ്രസ്റ്റിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. ഒരു മരപ്പ് പോലെ അനുഭവപ്പെടും. അതായത് ബ്രസ്റ്റിൽ ആക്ടിവിറ്റി ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ അത് ഹീൽ ചെയ്യുമ്പോൾ അതിന്റെ സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ആക്ച്വലി അതിന് സെൻസേഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഹൈപ്പർ എസ്തേഷ്യ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് എക്സാക്ട്ലി ലൈക്ക് ദി ഔട്ടർ സ്കിൻ സെൻസിറ്റിവിറ്റി പാറ്റേൺ. അത് എപ്പിഡെർമിസിന് സമാനമായിട്ട്. എപ്പിഡെർമിസിന് നിങ്ങൾ പഠിക്കും, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അതിവിടെ ഒരു നംനെസ് ആണ്, അല്ലെ ഹൈപ്പോ എസ്തേഷ്യ ആണ്. ഡ്യൂറിങ് ഹീലിംഗ് ഇച്ചിങ്, സ്ക്രാച്ച്, ഇച്ചിങ്, പെയിൻ, ഇൻഫ്ലമേഷൻ, ഇതെല്ലാം വരുന്ന സമയത്ത് ഹൈപ്പർ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് അതിന് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്നത് ബ്രസ്റ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ ഡിറൈവ്ഡ് ഫ്രം ദി സ്കിൻ. ഡെർമിസിൽ നിന്നാണെങ്കിൽ പോലും അതിനും ഇതേപോലെയുള്ള ഒരു പ്രതിഭാസമാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് ഇത് ഹീലിംഗ് സ്റ്റേജിലാണ് ഈ പറയുന്ന പ്രതിഭാസം ഉള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രസ്റ്റിലാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ആ ഒരു പിറ്റിങ്, നിപ്പിൾ ഉള്ളിലേക്ക് പോയിരിക്കുന്നത്, റിട്രാക്റ്റഡ് നിപ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആസ് എ ഹോൾ ഇൻഫ്ലെയിംഡ് ആണ്. അത് ഹീലിംഗ് ഫേസിലാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് ഗ്ലാൻഡുമായിട്ട് ബന്ധമില്ല, അല്ല ഡക്റ്റുമായിട്ട് ബന്ധമില്ല. ഇപ്പൊ മിൽക്ക് ഡക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഡക്ട് നെറ്റ്വർക്കാണ്. ബ്രസ്റ്റിന്റെ അകത്തുള്ള മുഴുവനും ഗ്ലാൻഡിൽ നിന്ന്, അല്ലെ ലോബ്യൂൾസിൽ നിന്നും മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഡക്റ്റ് വഴിയായിട്ടാണ് നിപ്പിളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഓരോ ഡക്റ്റും നിപ്പിളിലേക്ക് പോകുന്ന മെയിൻ ഡക്റ്റും ഒക്കെ ആയിട്ട് മേർജ് ചെയ്തിട്ട് അവസാനം വളരെ ഫ്യൂ ഓപ്പണിങ്സ് ആയിട്ടാണ് നിപ്പിളിന്റെ ടിപ്പില് ഈ പറയുന്ന ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഇത് മുഴുവനും അതിന്റെ ഉള്ളിലുള്ള ലൈനിങ് എല്ലാം ഡിറൈവ്ഡ് ഫ്രം ദി സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം ലൈനിങ് എന്നാണ് അതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം എക്ടോഡേം ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സെൻസറി കോർട്ടെക്സ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ക്രോസ് ഓവർ കോറിലേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ക്വാമസ് സെൽ മൈഗ്രേറ്റഡ് ഫ്രം ഔട്ടർ സ്കിൻ ടു ദി ഇൻറ്റൈർ. അപ്പൊ ഈ നിപ്പിളിലുള്ള ദ്വാരത്തിൽ കൂടെ, എംബ്രിയോളജി ആണ് പറയുന്നത്, അതിലൂടെ എപ്പിത്തീലിയം ഇൻവജൈനേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് അതിന്റെ ഡക്റ്റിന്റെ ഉള്ളിലുള്ള ലൈനിങ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി എന്താണ് മിൽക്ക് ഡക്റ്റിന്റെ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ്? ഇതും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ഇത് പഠിച്ചേ മതിയാകൂ. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 2/1 ഭാഗം ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന മുഴുവൻ ട്യൂമറിനെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം ബോഡി നെവർ ലൈസ്. ഡോക്ടർ ഹാമർ പറയുന്നതാണ്. നിങ്ങളുടെ ഇവിടെ പറഞ്ഞ പോലെ നിപ്പിള് ഡിട്രാക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിപ്പിളിനെ നിങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നിപ്പിളുമായിട്ട് കണക്റ്റഡ് ആണെന്ന് അറിയാം, അല്ലെങ്കിൽ ഡക്റ്റുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന്റെ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്. ധാരാളം സ്ഥലത്ത് നിങ്ങൾ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് പഠിക്കും, ഇനിയും പഠിക്കും. സ്കിൻ പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കും. ഇവിടെയും സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് നിങ്ങൾ വളരെ 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 പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. ഇവിടെ റൈറ്റ് ബ്രസ്റ്റും ലെഫ്റ്റ് സൈഡും ഓൾറെഡി പറഞ്ഞു. ലെഫ്റ്റ് ബ്രസ്റ്റ്, റൈറ്റ് സൈഡ്, പാർട്ണർ സൈഡ്, ലെഫ്റ്റ് സൈഡ്, ചിൽഡ്രൻ, മദർ, ചൈൽഡ്, അല്ലെങ്കിൽ ആസ് എ ഹോൾ. എന്താണ് സാധാരണ ഈ സെപ്പറേഷൻ നടക്കുമ്പോൾ ബ്രസ്റ്റിനെ അഫക്ട് ചെയ്യുന്ന കാരണങ്ങൾ? അത് മിക്കവാറും ഒരു ബ്രേക്കപ്പ് ആണ്. ഒരു ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ടോൺ ഫ്രം മൈ ബ്രസ്റ്റ്. ഇപ്പൊ റൈറ്റ് സൈഡിലെ പാർട്ണറെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സോ ഹി ഹാസ് എസ്കേപ്പ്, ഹി ഹാസ് ഗോൺ, ഓർ ഐ ഡോണ്ട് വാണ്ട് ഹിം. രണ്ട് രീതിയിൽ വരാം. ഐ വാണ്ട് ടു കീപ് ഹിം ക്ലോസർ ടു മൈ റൈറ്റ് ബ്രസ്റ്റ്, ബട്ട് ഹി ഈസ് നോട്ട് ദർ, ഹി ഈസ് നോട്ട് വില്ലിംഗ് ടു കം. Or I don't want to keep him on my right breast, therefore get lost, get out of my life, ഡോണ്ട് ടച്ച് മൈ ബ്രസ്റ്റ്, ഡോണ്ട് കം ടു മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അപ്പം ഒരു സ്വീകരിക്കാൻ കിട്ടാതെ വരിക. എനിക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. ഈ രണ്ടും ബ്രസ്റ്റിൽ നിങ്ങൾക്ക് കാണും. ഇത് രണ്ടും സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. ഇത് സ്കിന്നിലും അത് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ഡിവോഴ്സ്, ഒരു ബ്രേക്കപ്പ്, ഒരു ഡെത്ത്, ഒരു കുട്ടി മരിച്ചു പോവുക, ഹസ്ബൻഡ് മരണപ്പെടുക, ഇതൊക്കെ ബ്രസ്റ്റിനെ ഈ രീതിയിൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് ബാധിക്കാം. അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് സെപ്പറേഷൻ, എന്നെ വിട്ടിട്ട് പോകുമോ ഭർത്താവ്, അല്ലെങ്കിൽ വിട്ടിട്ട് പോകുമോ കുട്ടി, അമ്മ പോയി, അമ്മ എന്നെ വിട്ടിട്ട് പോയി, അമ്മ എന്നെ ഉപേക്ഷിച്ചു,
ഇതെല്ലാം ഈ പറയുന്ന സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് വരാം. സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അത് ഡക്റ്റിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഫിയർ ഓഫ് സെപ്പറേഷൻ ആവാം. വെയിറ്റിംഗ് ടു സെപ്പറേറ്റ്. വെയിറ്റിംഗ് ടു സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വാണ്ടിങ് ടു സെപ്പറേറ്റ്. ഐ ഡോണ്ട് വാണ്ട് യു ഓൺ മൈ ബ്രസ്റ്റ്. എന്റെ ബ്രസ്റ്റിൽ വരണ്ട. യു ഗെറ്റ് ലോസ്റ്റ്. യു ഡോണ്ട് കം നിയർ മീ. ഈവൻ ദോ ഹി ട്രൈസ് ടു കം ടു മൈ ബ്രസ്റ്റ് ഓർ മൈ ചൈൽഡ് കംസ് ടു ഐ ഡോണ്ട് വാണ്ട് യു. അതിനെ സെപ്പറേഷൻ എന്ന് പറയുന്നു. സെപ്പറേഷൻ ഫ്രം ഹോം. ആ ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള, പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള സെപ്പറേഷൻ ഫ്രം ഹോം. ഐ ലോസ്റ്റ് മൈ ഹോം, ഐ ലോസ്റ്റ് മൈ മദർ. ഇതെല്ലാം നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വളരെ കൃത്യത സൈഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ഗ്ലാൻഡ് ആൻഡ് മിൽക്ക് ഡക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. റൈറ്റ് സൈഡ് ബ്രസ്റ്റ് ഞാൻ പറഞ്ഞു. ടൈം ലൈൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് 3 മാസത്തിന് മുമ്പ് അന്ന് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ 4 വർഷം ഡേറ്റിംഗിലായിരുന്നു. സോ ഐ തോട്ട്, ഒരു പെൺകുട്ടി പറയുവാണ്, ഐ തോട്ട് ഹി വിൽ ബി മൈ ഹസ്ബൻഡ് ബട്ട് ഹി വാസ് എ ടോക്സിക് പേഴ്സൺ, സോ ഐ ബിട്രേഡ്. അല്ലെങ്കിൽ അയാളെ ഗെറ്റ് ലോസ്റ്റ് പോയി, ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്തു. രണ്ടുപേരും കൂടെ സൈമിൾട്ടേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയാണ്. അത് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടാക്കി അത് പിന്നെ കീറിക്കളയുക. ഇതൊക്കെ ചെയ്ത കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ സെപ്പറേഷൻ ഫ്രം ഹോം ആവാം. ഇക്വലന്റ് ടു മെയിൽ ടെറിട്ടോറിയൽ ലോസ് കോൺഫ്ലിക്ട്. കാരണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീലിംഗ് ഈ ടെറിട്ടോറിയൽ ആക്ടിവിറ്റിയാണ്. കാരണം അത് എക്ടോഡേം ഡിറൈവ്ഡ് ടിഷ്യൂ ആണ്. അപ്പൊ ഇവിടുത്തെ തീം എന്താണ്? ടെറിട്ടോറിയൽ ആണ്, സെക്ഷൽ ആണ്, സെപ്പറേഷൻ ആണ്. ഈ 3 കാര്യങ്ങൾ ഈ പറയുന്ന മിൽക്ക് ഡക്സ് അഫക്ഷൻസിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് ടെറിട്ടോറിയൽ ആണ്, ബൾക്കായിട്ട് മൊത്തത്തിൽ പറഞ്ഞ ടെറിട്ടോറിയൽ. സംതിങ് റിലേറ്റഡ് ടു സെക്സ് അതുമാവാം. കാരണം ഡേറ്റിംഗിലെ കേസുകളിൽ, അല്ലെങ്കിൽ ലിവിങ് ടു ദ റിലേഷൻഷിപ്പ് വിത്തൗട്ട് മാരേജ്, ഇങ്ങനെയുള്ള, അല്ലെ മാരേജിൽ തന്നെ സെപ്പറേഷൻ ഒക്കെ സംഭവിക്കുന്നു. ഈ സെപ്പറേഷൻ വളരെ വളരെ ബാധിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ബിക്കോസ് ഇറ്റ് ഈസ് എപ്പിഡെർം. സമയം കഴിഞ്ഞു പോയി, ഞാൻ സ്പീഡിൽ പോകാം. ഡ്യൂറിങ്, ഞാൻ ആദ്യത്തെ ചാപ്റ്റർ ഓർക്കുക നിങ്ങൾ. ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദെർ വിൽ ബി സെല്ലുലാർ ഡിസ്ട്രക്ഷൻ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? മിൽക്ക് ഡക്സിന്റെ ഇന്റേണൽ ലൈനിങ്ങിന് അൾസറേഷൻ വരുന്നത് പ്രൊപ്പോർഷണൽ ടു ദി കോൺഫ്ലിക്റ്റ് ഇന്റൻസിറ്റി. അതിന്റെ ബയോളജിക്കൽ പർപ്പസ് എന്താണ്? ഇൻ ഓർഡർ ടു വൈഡൻ ദി ഡക്ട്. എന്തിനാണ് ഡക്ട് വൈഡൻ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഒന്നുകിൽ കൂടുതൽ പാൽ കൊടുക്കാൻ, അല്ലെങ്കിൽ പാൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ അല്ല, അല്ലെങ്കിൽ പ്രിവെന്റ് മിൽക്ക് കൺജഷൻ. അവിടെ പാല് കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് അതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവിടെ വലിയൊരു ദ്വാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ടിഷ്യൂ വരുന്നത്. ഇത് കുറച്ച് നാൾ പരിഹരിക്കപ്പെടാതെ, ഒന്നെങ്കിൽ പുള്ളിക്കാരത്ത് വേറെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ കുട്ടി തിരിച്ചു വരണം, അല്ലെങ്കിൽ കുട്ടിയെ മനസ്സുകൊണ്ട് കളയണം, അല്ല അമ്മ പോട്ടെ എന്ന് പറയണം. ഇങ്ങനെ മനസ്സുകൊണ്ട് അത് റിസോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ, കുറെ നാൾ ഈ കോൺഫ്ലിക്റ്റിലാണെങ്കിൽ അവിടെ ഡക്റ്റ് ചുരുങ്ങി ഫൈബ്രോസ്ഡ് ആയിട്ട് സ്കാറി ടിഷ്യൂ ആയിട്ട് വരും. അപ്പോ അങ്ങനെയുള്ളതിനെ നമ്മൾ ബ്രസ്റ്റിൽ പാൽപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷ്രീറസ് നോട്ട്സ് പിണങ്ങി കിടക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് നമുക്കുണ്ടായേക്കാം. ഇതിലൂടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചിരുന്നതാണ് റിട്രാക്ഷൻ ഓഫ് ദി നിപ്പിൾ അകത്തേക്ക് വലിഞ്ഞിരിക്കുന്നതായിട്ടുള്ള തോന്നൽ വരുന്നു. അല്ലെ നമുക്ക് ഈ ഇൻവേർട്ടഡ് നിപ്പിൾ എന്നൊക്കെ പറയും. നിപ്പിൾ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നതിന് പകരം ഉള്ളിലേക്ക് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇൻവേർട്ടഡ് നിപ്പിൾ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഈ ഫൈബ്രോസ്ഡ് ആയിട്ടുള്ള കേസുകളിൽ സ്മോളർ ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് വന്നേക്കാം. കാരണം അവിടെ ഇത് പുറത്തേക്ക് പോകുന്നില്ല, ഫൈബ്രോസ്ഡ് ആണ്. ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് അതോടുകൂടി ഹീൽ ചെയ്തിട്ടുണ്ടാവാം, അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസുകളിൽ അതൊരു ബ്രസ്റ്റ്, ടോട്ടൽ സൈസ് ഓഫ് ദി ബ്രസ്റ്റ് മേ ടെൻഡ് ടു ബി സ്മോളർ. ഇവിടെ നമ്മൾ മാമോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഇത് ക്യാൻസർ ആണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് അവിടെ നിന്നോളും എന്നുള്ള സങ്കല്പമൊന്നും അവർക്ക്. ഇത് ഇമ്മീഡിയറ്റ്ലി മാറ്റണം, മുറിച്ചു കളയണം. കാരണം എന്നാൽ മാത്രമേ കാശ് കിട്ടത്തുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. രണ്ടാമത്തേത് പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടി, സ്ത്രീ ഡോക്ടർ സർജനോട് കേണപേക്ഷിക്കും, നിങ്ങൾ ഇത് മുറിച്ചു കളഞ്ഞോ, ഈ ലംബ് മുറിച്ചു കളഞ്ഞോ, ഈ കഷ്ണം എടുത്ത് കളഞ്ഞോ, ബ്രസ്റ്റിനെ അവിടെ അയ്യോ അത് വെച്ചേക്കാൻ പാടില്ല, അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രസ്റ്റ് മുഴുവൻ അവസാനം നിങ്ങൾ ക്യാൻസർ പിടിച്ച് മരിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഇന്നുള്ള എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത്. ഇനി ഹീലിംഗ് ഫേസിൽ ഞാൻ അവിടെ ഒരു പടം കാണിച്ചു, നിങ്ങൾ ഓർക്കണം. ഹീലിംഗ് ഫേസിൽ, സോറി, ഈ കളറിൽ വന്നേക്കാം. ഇവിടെ കെട്ടി നിൽക്കുന്ന ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ, കാരണം മിൽക്ക് പോലും ഉണ്ടെങ്കിൽ, അതിന് ഹാമർ പറഞ്ഞിരിക്കുന്ന ഒരു മാർഗമുണ്ട്. അത് സക്ക് ചെയ്തെടുക്കാം. ഒന്നുകിൽ പാർട്ട്ണർക്ക് സക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടിക്ക് സക്ക് ചെയ്യാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് സക്ക് ചെയ്യാം.
ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഏജ് ആൻഡ് അവൈലബിലിറ്റി. അങ്ങനെ അതിന് സൈസ് കുറയ്ക്കാൻ പറ്റും. ഡെയിലി 2 പ്രാവശ്യമെങ്കിലും സക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈസ് കുറയുമെന്നും ഇതൊരിക്കലും മരണ കാരണമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഡോക്ടർ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ആൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. അപ്പൊ അവിടെ ഹീലിംഗ് ഫേസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അവിടെ സെൽ പ്രോളിഫറേഷൻ, കാരണം ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ഡിസ്ട്രക്ഷൻ നടക്കും, പിന്നെ അത് റീപ്ലേനിഷ് ചെയ്യണം. അപ്പൊ അവിടെ വീക്കം ഉണ്ടാകും, അവിടെ ചുമപ്പുണ്ടാകും, ചൂടുണ്ടാകും, ചൊറിച്ചിലുണ്ടാകും. ഇപ്പൊ നമ്മൾ കണ്ട അതിനെ നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, പേജസ് ഡിസീസ് എന്ന് പറയും. അതിന്റെ സ്വെല്ലിങ്ങിലാണ്, ഓ ദിസ് ഈസ് പേജസ് ഡിസീസ് എന്നൊക്കെ പറയും. അപ്പൊ അത് പിന്നെ എല്ലാ ഹീലിംഗ് സ്റ്റേജിലുള്ള പോലെ നമ്മൾ പറഞ്ഞു. അതുപോലെ കാരണം അതിനെ കൺട്രോൾഡ് ബൈ ദി സെറിബെല്ലമാണ്. അവിടെ ഭയങ്കരമായ സെൻസിറ്റിവിറ്റീസ് ഉണ്ടാവും ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസിൽ. അതുകൊണ്ട് അവിടെ ഹൈപ്പർ എസ്തേഷ്യ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. നിപ്പിൾ ഇൻവേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ സക്ക് ചെയ്തിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അത് ഹീൽ ചെയ്ത് നോർമൽ ആകാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൻട്രാഡക്ടൽ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ക്യാൻസറും ഇല്ല, ഒരു മരണവുമില്ല, ആരും മരിക്കത്തുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഇത് ചേഞ്ചസിനെ മനസ്സിലാക്കി നിങ്ങൾ അതിന്റെ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലേക്ക് പോയിട്ട് അതിനെ ഹീൽ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. ഇതിന് പല പേരുകളും അവർ കൊടുത്തിട്ടുണ്ട്. ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും, പാപ്പിലോമ എന്ന് പറയും, പാപ്പിലറി കാർസിനോമ എന്ന് പറയും. ഇങ്ങനെ പല പേരിലും എന്തായാലും കാർസിനോമ അല്ലെ ഓമ എന്ന് പറയുന്ന ഈ ട്യൂമറിനെ പല രീതിയിലും ഭയപ്പെടുത്തിക്കൊണ്ട് കച്ചവടം നടക്കുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണമെങ്കിൽ ഈ സിൻഡ്രോം, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഒരു രോഗി ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ, ഐസൊലേഷൻ കോൺഫ്ലിക്റ്റ് വന്നാൽ, അല്ലെങ്കിൽ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ കോൺഫ്ലിക്റ്റ് വന്നാൽ, എക്സിസ്റ്റൻസ് കോൺഫ്ലിക്റ്റ് വന്നാൽ, ഹോസ്പിറ്റലൈസേഷൻ കോൺഫ്ലിക്റ്റ് വന്നാൽ, റിഫ്യൂജി കോൺഫ്ലിക്റ്റ് വന്നാൽ, ഇതൊക്കെയാണ് കിഡ്നിയുടെ കോൺഫ്ലിക്ട്സ്. അപ്പോൾ വാട്ടർ റിട്ടൻഷൻ കൂടുതലുണ്ടാവും. വേർ എവർ ദർ ഇസ് ഹീലിംഗ് ദർ വിൽ ബി മോർ ഓഫ് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ആണ് അതിനെ ഈ പറയുന്ന സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രത്യേക അപ്പിയറൻസ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഡക്റ്റ് ബ്ലോക്ക്ഡ് ആണ്. അതിനെ ഞാൻ പറഞ്ഞ പോലെ സക്ക് ചെയ്ത് കളയാൻ പറ്റും. അല്ലെ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് നമുക്ക് ആ ക്ലോഗിങ് ഓഫ് ദി ബിഹൈൻഡ് ദി നിപ്പിളിന്റെ പുറകിലുള്ള ഏതോ ഒരു ഭാഗത്ത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ മിൽക്ക് ക്ലോട്ട് ചെയ്ത് കിടക്കുവാണ്. അതിനെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റും. അതിന് ഡോക്ടർ ഹാമർ പറയുന്നത് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഡെയിലി യു എയ്തർ സക്ക് ബൈ ഓറലി ഓർ യു യൂസ് ബ്രസ്റ്റ് പമ്പ്. അങ്ങനെ ഇതിനെ പുറത്തേക്ക് കളയാം. ഇല്ലെങ്കിൽ അത് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കും. വളരെ റെയർ കേസസിന് ഡോക്ടർ ഹാമർ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറ്റുന്നിടത്തോളം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ചില കേസുകളിൽ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ നമ്മൾ ലീക്കിംഗ് ബ്രസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഡിസ്ചാർജ് വരുന്നത് ബ്ലഡി ആയിരിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ക്ലിയറുമായിരിക്കും. എന്നാൽ അവിടെ ഓർഡിനറി ബാക്ടീരിയ ആണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് ഹീലിംഗ് ഫേസിൽ. അത് പലപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു കടമയുണ്ട്. നമുക്ക് പഠിച്ചത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലി ആയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്ന ഏത് കേസുകളിലാണ്? ഗ്ലാൻഡുലാർ കേസുകളിലാണ്. കാരണം അവിടെ ട്യൂബർകുലാർ ബാസിലസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഇല്ല. അതുകൊണ്ട് അതിന് അത്രയും ഒഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലി ആയിട്ടുള്ള ഡിസ്ചാർജ് ഇല്ല. മിൽക്കി ഡിസ്ചാർജ് പലപ്പോഴും ഇതൊന്നും ഇല്ലാതെ തന്നെ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഉള്ള കോൺഫ്ലിക്റ്റ് കൊണ്ട് വരാനും സാധ്യതയുണ്ട്. മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. ഈ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനാണ് നമ്മൾ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ എന്നാണ് തന്നെ പറയുന്നത്. അത് പലപ്പോഴും ഈ ഡക്റ്റിന്റെ ഇൻഫ്ലമേഷൻ കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. ഒക്കേഴ്സ് ആഫ്റ്റർ റീയൂണിയൻ, അതായത് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്തതിന് ശേഷം. സെപ്പറേഷൻ എന്ന് പറയുന്നത് റീയൂണിയന് ശേഷമാണ് അത് വരുന്നത്. ലാക്ടേഷൻ വരുന്ന സമയത്ത് പാൽ ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി തന്നെ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അപ്പൊ അത് ഹീൽ ചെയ്തു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കരുത്. ഈ നിപ്പിളിന് മാത്രമായിട്ടാണ് ഇൻഫ്ലമേഷൻ ലിമിറ്റഡ് ആണെങ്കിൽ അത് നല്ല കാര്യമാണ്. കുറച്ചുകൂടെ ഗൗരവം കുറവുള്ളതാണ്. അതിന് നമ്മൾ തീലൈറ്റിസ് എന്ന് പറയും, THELITIAS എന്ന് പറയും. ഇനി ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ഉണ്ട്. അത് അക്യൂട്ട് പെയിൻ ആണ്, ഭയങ്കര വേദനയുള്ള ഒരു സ്ഥിതി തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അക്യൂട്ട് പുള്ളിങ് പെയിൻ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് സ്കാരിഫിക്കേഷൻസ് ഉണ്ടാകുന്നതിന്റെ ഒരു പ്രോസസ്സാണ്. അത് PCLBയിലാണ് സംഭവിക്കുന്നത്. PCLBക്കും PCLAക്കും ഇടയ്ക്കാണ് എപ്പിലെപ്റ്റോഡ് ക്രൈസിസ് ഉണ്ടാകും. അപ്പോൾ സെൻസറി കോർട്ടെക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റു പല ചേഞ്ചസും ഉണ്ടായേക്കാം. നമുക്ക് ട്രബിൾഡ് സർക്കുലേഷൻ ഉണ്ടാക്കാം, നമ്മൾക്ക് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വരാം. അതുകൊണ്ട് ഡിസി ഫീലിംഗ് വരാം, ഡിസിനെസ് ഉണ്ടായേക്കാം. ചിലപ്പം കംപ്ലീറ്റ് ആബ്സെൻസ് വന്നേക്കാം, കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് വന്നേക്കാം, കംപ്ലീറ്റ് ഫെയിൻറ്റിനെസ് ഫീലിംഗ് ഉണ്ടായേക്കാം. ഇതൊക്കെ വരുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ. കാരണം ഈ ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ധാരാളം ബ്ലഡ് ഷുഗർ ബോഡിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും ബ്രെയിനിലേക്ക് പോകേണ്ട ബ്ലഡ് ഷുഗറിന്റെ ക്വാണ്ടിറ്റി കുറയുന്നു എന്നുള്ളതാണ് ഇതിന് വിശദീകരണമായിട്ട് ഡോക്ടർ ഹാമർ പറയുന്നത്.
അപ്പോൾ എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് കഴിഞ്ഞതിന് ശേഷം ഈ സ്വെല്ലിംഗ് എല്ലാം സാധാരണ പോലെ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞ ചുരുക്കുകയാണ്, കുറച്ച് കൂടുതൽ സമയം എടുത്തു പോയി. ഇത്രയും സമയത്തിനുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ തീർക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, കുറച്ച് കഴിഞ്ഞ് പോയി. അപ്പം എനിക്ക് ചുരുക്കമായിട്ട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ വേറെ ഒന്നും നിങ്ങളുടെ മനസ്സിലില്ലെങ്കിലും ഗ്ലാൻഡുലാർ സ്വെല്ലിംഗ്, ഡക്റ്റൽ സ്വെല്ലിംഗ്, ഇത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വളരെ എളുപ്പമാണ്. അതിന് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് വായിക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഇപ്പൊ ബ്രസ്റ്റ് ഗ്ലാൻഡ് ആണ് ഇൻവോൾവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് എ നെസ്റ്റ് വറി കോൺഫ്ലിക്ട് ഫ്രോം ദി സൈഡ് ഓഫ് ദിസ് ഫീമെയിൽ പേഷ്യന്റ്. ഇനി മിൽക്ക് ഡക്റ്റ് ആണെങ്കിൽ ദർ ഇസ് ഡെഫിനറ്റ്ലി എ സെപ്പറേഷൻ കോൺഫ്ലിക്ട്. ദാറ്റ് സൈഡ് തീരുമാനിക്കുക, ടൈം ലൈൻ തീരുമാനിക്കുക, എന്ന് മുതലാണ് ഈ സ്വെല്ലിങ് കണ്ടതെന്ന് തീരുമാനിക്കുക. വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഈ ഇത്രയും ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. ബ്രെയിൻ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ബ്രസ്റ്റ് കൺട്രോൾ ബൈ ദി ലെഫ്റ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രസ്റ്റ് കൺട്രോൾ ബൈ ദി റൈറ്റ്. പിന്നെ ടിഷ്യൂ സ്പെസിഫിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് എപ്പിഡെർമിസ് ആണോ, സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണോ, നെസ്റ്റ് വറി കോൺഫ്ലിക്റ്റ്, അതുകൊണ്ട് തന്നെ ഡക്റ്റൽ ആണോ അല്ലെങ്കിൽ ഗ്ലാൻഡുലർ ആണോ, ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അതിന്റെ കോൺഫ്ലിക്റ്റ് നിങ്ങൾ മറന്നേക്കരുത്. നിങ്ങൾക്ക് ധാരാളം ജീവൻ കൊടുക്കാനും ധാരാളം പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഞാനൊരു 10-8 കേസുകളിലൂടെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല, കാരണം ഇങ്ങനെ ക്ലാസ് എടുത്തതിന് ശേഷം എൻ്റെ സ്വപ്നമാണ് നമുക്ക് കുറെ കേസ്, അതിപ്പോൾ ഡോക്ടർ ശശി ചെയ്യുന്നുണ്ട്. കുറേയേറെ കേസുകൾ നമ്മൾ GHK എന്തുമാത്രം ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ ശ്രമിക്കുന്ന വളരെ കുറച്ച് പേരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എനിക്കറിയത്തില്ല, സാധിക്കുന്ന പോലെ നടക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവരോട് പറയുക. അതിൻ്റെ അകത്ത് ഡോക്ടർ വർഗീസ് കൊണ്ടുവന്ന ഏതാണ്ട് പുതിയതാണെന്നോ അല്ലെങ്കിൽ ഹോമിയോപ്പതിക്ക് വിരുദ്ധമായിട്ടുള്ളതെന്നോ അങ്ങനെയൊന്നും ദയവ് ചെയ്ത് പറയാതിരിക്കുക. ധാരാളം മനുഷ്യനെ സഹായിക്കാൻ പറ്റിയ വില പിടിച്ച അറിവാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. ഡോക്ടർ അനിത പറഞ്ഞ പോലെ സമയം ഉണ്ടായിട്ടല്ല, അല്ലെങ്കിൽ തിരക്കില്ലാഞ്ഞിട്ടല്ല, വേറെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇത് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം, ഇതവിടെ വെബ്സൈറ്റിൽ കിടക്കുമല്ലോ നമ്മുടെ കാലശേഷം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ധാരാളം പേരിലേക്ക് ഇത് എത്തിക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇവാലുവേഷൻ നടത്തിയപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ധാരാളം പേര് സന്ദർശിക്കുന്നുണ്ട്. 10-60 രാജ്യങ്ങളിലുള്ളവരുണ്ട്. ഞങ്ങളുടെ 9th ആനിവേഴ്സറി, ഗ്ലോബൽ GHKയുടെ കാര്യമാണ് പറയുന്നത്, 9th ആനിവേഴ്സറിയുടെ വീഡിയോസ് ഏതാണ്ട് 7000 വ്യൂസ്. ഇന്നത്തെ ലോകത്തിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയയുടെ കാലത്ത് 7000 ഒന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും പേര് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം പേര് ഇതിലേക്ക് ആകർഷകരാണ് എന്നുള്ളത് ബോധ്യമായിക്കൊണ്ട് തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക, ഹാൻഡ് റേസ് ചെയ്യുക, ചോദിക്കുക. ചാറ്റ് ബോക്സിൽ 2 ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. പ്ലീസ് എൻ്റർ ഡോക്ടർ ആന്റണി. ഓക്കെ, ആന്റണി ജോസ് ഒരു ആയുർവേദ ഡോക്ടറാണ്, എൻ്റെ സുഹൃത്താണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ സാറേ. യെസ്, നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ കൺഫ്ലിക്റ്റ് ബ്രെയിൻ സൈക്ക് ഓർഗൻ സൈമിൾട്ടേനിയസ് ആണല്ലോ സംഭവിക്കുക. അപ്പൊ നമ്മൾ ഈ കൺഫ്ലിക്റ്റ് കറക്റ്റ് ചെയ്യേണ്ട ബാധ്യത ശരിക്ക് സൈക്കിനാണല്ലോ. സൈക്കിനല്ലേ പറ്റൂ ഇതറിഞ്ഞ് പ്രതികരിക്കാനുള്ള ഒരു നമ്മൾക്കാണ്. നമ്മൾ എന്ന് പറയുന്നത് സൈക്കിയുടെ ഒക്കെ നമ്മുടെ സബ് കോൺഷ്യസിനോട് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും, ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ബയോസ്വിച്ച് എന്ന് പറയുന്ന ഡാനി കാരളുടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മേഖല. അതായത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ്, പവർ ഓഫ് ദി സബ് കോൺഷ്യസ് മൈൻഡ് ഒത്തിരി പേര് വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. അതിൽ നമുക്ക് എങ്ങനെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് അഡ്രസ് ചെയ്യാം, അതിനെ പോളിഷ് ചെയ്യാം, അതിനെ ഡിലീറ്റ് ചെയ്യാം, അൺനെസറി ആയിട്ടുള്ള പ്രോഗ്രാംസ് കിടക്കുന്നതിനെ നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കുക എന്നുള്ളതൊരു ചലഞ്ചാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന, അറിയാതെ പറയുന്ന, അറിയാതെ ചിന്തിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ പിന്നിൽ ഈ പവർ ഓഫ് ദി സബ് കോൺഷ്യസ് മൈൻഡ് ആണുള്ളത്. അപ്പൊ ഈ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു ഏജൻസിക്ക് പുറത്ത് നമുക്കൊരു വൊളീഷണൽ ആയിട്ടുള്ള ഒരു സെന്റർ ഉണ്ടെന്നാണോ വിശ്വസിക്കേണ്ടത്? സൈക്കിന് പുറത്ത്
ഉണ്ടെന്നേ. അതാണ് ഞാൻ ഇതൊക്കെ ഒരു മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാരണമായതുകൊണ്ട് നിങ്ങളിപ്പോ ഒരു യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് എക്സ്പ്ലനേഷൻസ്. അതാണ് സൈക്കോതെറാപ്പി ഉണ്ട്, ഹിപ്നോതെറാപ്പി ഉണ്ട്, ആക്സസ് ബാർ കോൺഷ്യസ്നെസ് ഉണ്ട്, ധാരാളം മെഡിറ്റേഷൻസ് ഉണ്ട്. മെഡിറ്റേഷൻസ് തന്നെ എത്രയുണ്ട്, യോഗയുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ പ്രതിനിധീകരിക്കുന്ന ആയുർവേദത്തിൽ മാത്രമാണെങ്കിൽ എന്തെല്ലാം 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 പ്രാക്ടീസസ് ഉണ്ട്. ഇതെല്ലാം അതിലേക്കാണ് വരുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ ഭാര്യനെ എനിക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല. അത് കോൺഷ്യസ് മൈൻഡിലാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കാണുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ എനിക്കറിയാം ഇത്രയും വർഷം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ചിരിക്കുമ്പോൾ ഇങ്ങനെയാണ്, ദേഷ്യം പിടിക്കുമ്പോൾ ഇങ്ങനെയാണ്, വഴക്ക് പറയുമ്പോൾ ഇങ്ങനെയാണ്, സങ്കടപ്പെടുമ്പോൾ ഇങ്ങനെ, നമുക്കറിയാം. അതുപോലെ തന്നെയാണ് എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ഇങ്ങനെ ഒരു സംഗതി കിടപ്പുണ്ട്, അത് അവിടെ അൺനെസറിയാണ്. ചൈൽഡ്ഹുഡിൽ എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു അബ്യൂസ് ഉണ്ടായിരുന്നു, എനിക്കൊരു നിഗ്ലക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെ ഒരു ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാ അതൊക്കെ കൊണ്ടു നടക്കുന്നത്? അതാണ് നമ്മുടെ രോഗത്തിന്റെ ഒരു പകുതി ഭാഗം അവിടെ തീരും. അയ്യോ, നമ്മള് പണ്ടൊരു വള്ളത്തെ കയറിയപ്പോൾ ബോട്ട് മറിഞ്ഞു, അന്ന് മുതൽ ഞാൻ ബോട്ടിന്ന് കാണുമ്പോൾ പേടിക്കും. അതിനുശേഷം ഞാൻ വെള്ളത്തിൽ ഞാൻ പോകാറില്ല. പിന്നെ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ പോലും പേടിയാണ്. ഇങ്ങനെയാണ് എല്ലാ രോഗങ്ങളുടെയും അവർ പല പേരുകളും കൊടുക്കും. അലർജി എന്ന് പറയും, അല്ലെങ്കിൽ പലതും പറയും. ഇതൊന്നും പറയാതെ നിങ്ങൾ ഈ പറയുന്ന പ്രോസസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ യു ക്യാൻ അഡ്രസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, ബിക്കോസ് ഓൾ ഡിസീസസ് ആർ ട്രിഗേർഡ് ആർ സ്റ്റാർട്ടിങ് ഫ്രം ദി സബ് കോൺഷ്യസ് മൈൻഡ്. അവിടെ തന്നെയാണ് ഹീലിംഗ് നടക്കുന്നത്. നമ്മൾ പറയും ഹോമിയോപ്പതിയിൽ ആയുർവേദം മുട്ടുവേദനയ്ക്ക് മരുന്നുണ്ട്, ഒരു എണ്ണം പുരട്ടിയാൽ മതി, അല്ലെങ്കിൽ റെസ്റ്റോസ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടുവേദന മാറും. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ പോയി എന്നാണ് അർത്ഥം. ബിക്കോസ് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് ഹീലിംഗ് നടക്കുന്നത്. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ ആണ് ഡിസീസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിനെ അഡ്രസ് ചെയ്യാത്ത ഒരു ഹോമിയോപ്പതി അല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ഹോമിയോപ്പതിക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെ ആയുർവേദം. അത് ഓക്കെ സാർ, മനസ്സിലായി. ഒരു കാര്യം കൂടെ, ഇപ്പൊ നമ്മൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പം ബ്രസ്റ്റ് ഗ്ലാൻഡിന്റെ ഡക്ട് ലൈനിങ്ങിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ സെപ്പറേഷൻ കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു. അതേസമയം എപ്പിഡെർമിസിലും സെയിം സെപ്പറേഷൻ കൺഫ്ലിക്റ്റ് വരാമല്ലോ. അപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ 2-3 കാര്യങ്ങളുണ്ട്. ടെറിട്ടോറിയൽ, സെക്ഷൽ. കാരണം ആ ഒരു സെക്ഷൽ ആസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതല്ല, ദാറ്റ്സ് ഒരു ഇന്റിമസിയാണ്, പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പാണ്. ഞാൻ ഹഗ് ചെയ്ത് ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞു, എന്റെ മാറിനോട് ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്നേഹമുള്ളപ്പോൾ മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ സ്നേഹമുള്ള ആള് എന്റെ അടുത്ത് മാറോട് അണയുന്നില്ല, അത് എന്റെ കൈകളിൽ നിന്ന് ഊർന്നു പോകും. അതും സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഈ സ്കിൻ എപ്പിഡെർമിസിലേക്കാണോ കൺഫ്ലിക്റ്റ് റിസൾട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്, അതോ ഡക്റ്റിലേക്കാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് എന്ത് ഫാക്ടറിലായിരിക്കും സാർ? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡോക്ടർ ഹാമർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ദി കോൺഫ്ലിക്ട് ദാറ്റ് ഡിസൈഡ്സ് ദി ഡിസീസ്, ബട്ട് ഇറ്റ് ഈസ് നമ്മൾ ഹ്യൂമൻ ബീയിങ്ങിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് അല്ലല്ലോ. നമ്മുടെ അടുത്ത് ഡോക്ടർ ആന്റണിയുടെ അടുത്ത് ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള നിലയിൽ താങ്കളുടെ അടുത്ത് വരുന്നതായാലും എൻ്റെ അടുത്ത് വരുന്ന രോഗി ഒരിക്കലും ഞാനും ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ടാണ് ഇരിക്കുന്നതെന്ന് ആരും പറയാറില്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോഴേ പറയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? ദേ ആർ കമ്മിങ്, ബിക്കോസ് മജോറിറ്റി ഓഫ് ദി പീപ്പിൾ ആർ ലോ ലെവൽ തിങ്കിങ് ഉള്ളവരാണ്. അവർക്ക് ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ബോഡിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ്ലി. ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺവെൻഷണൽ മെഡിസിൻ ഇവിടെ ഉള്ളത്. സോ ഐ ആം ഇൻവൈറ്റിംഗ് ഓൾ ഓഫ് യു ടു തിങ്ക് എബോവ് ലെവൽ. ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ ചിന്തിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ചിന്തിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ ശരീരത്തിൽ സ്കിന്നിലാണോ പ്രശ്നമുള്ളത്? ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ സെപ്പറേഷൻ കോൺഫ്ലിക്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സ്കിൻ എന്താ, എനിക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ മണ്ണിൽ പണിയെടുത്തു, എന്റെ കയ്യിൽ ചൊറിച്ചിൽ വരാം. അല്ലെങ്കിൽ ഇന്നലെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ വളമിട്ടു, അല്ലെങ്കിൽ ബാത്റൂം ക്ലീനർ ഉപയോഗിച്ചു. ഇതെല്ലാം സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. എ ടച്ച് വിച്ച് ഐ ഡിഡ് ഇൻ ലൈക്ക്, അത്രേ ഉള്ളൂ. പക്ഷെ ആ ബ്രസ്റ്റിൽ അങ്ങനെയല്ലല്ലോ. ബ്രസ്റ്റിന്റെ അകത്തൊരു ലോട്ട് ഓഫ് ഇന്റിമസി ഈസ് ആപ്ലിക്കബിൾ. അതിനാണ് ഞാൻ പറഞ്ഞത്, ആ ഇന്റിമസി ഒരു ഫീമെയിൽ സബ്ജക്റ്റിന് ഉണ്ടാകുന്നത് ഷീ ടക്സ്, അതിനെ ഹോൾഡ് ചെയ്യുന്നു. ഇടതുവശം ഹോൾഡ് ചെയ്യുന്ന മക്കളെ. അതുകൊണ്ട് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരാള് ഇടത് കൈയിൽ കുഞ്ഞിനെ വെച്ചിട്ട് കുഞ്ഞിന്റെ വായ
അല്ലെങ്കിൽ മൗത്ത് നിപ്പിളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ സൈഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ വായിക്കണം. ഡോക്ടർ ഹാമർ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള? ബിക്കോസ് റൈറ്റ് ഹാൻഡ് ഈസ് മോർ സ്ട്രോങ് ടു പ്രൊട്ടക്ട് മൈ ചൈൽഡ് ഓഫ് സ്പ്രിങ് ഫ്രം ഡേഞ്ചേഴ്സ് ആൻഡ് എനിമീസ്. അതുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ മുല കൊടുത്തുകൊണ്ട് ഇടത് കൈയിൽ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് ഞാൻ വലത് കൈ കൊണ്ട് ശത്രുവിനെ ഓടിക്കുവാണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുവാണ് ഈ കൈ. അതുകൊണ്ട് റൈറ്റ് ഹാൻഡാണ് എൻ്റെ ഫുൾ സ്ട്രോങ്. ഇതൊക്കെ വായിക്കൂ പ്ലീസ്, വായിക്കൂ പ്ലീസ്. എന്നെ താങ്ക് കേൾക്കുന്ന യു സർ. ഇത്രയും പേര് വായിക്കൂ. താങ്ക് യു. So it is the tissue that is affected, or the organ that is affected, tissue that is affected, which decides. നമ്മൾ അതിനെ ബാക്ക് ട്രാക്ക് എന്നാണ് പറയുന്നത്. യു ട്രേസ് ബാക്ക്, ട്രാക്ക് ബാക്ക്. എങ്കിലാണ് നമ്മൾ ഇത് സ്കിന്നിലാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇടത് ഫിംഗറിൽ വരുന്നു, എന്തുകൊണ്ട് റിംഗ് ഫിംഗറിൽ വരുന്നു, എന്തുകൊണ്ട് എന്റെ നെയിലിൽ വരുന്നു, ഇതൊക്കെ കൃത്യമായിട്ട്. കാരണം ഇറ്റ്സ് ഓൺലി അബൌട്ട് ടച്ച് വിച്ച് ഐ ഡിഡ് ഇൻ ലൈക്ക്. അതിൻ്റെ അകത്ത് ഇതൊന്നും വരുന്നില്ല. വരാം, ബ്രസ്റ്റിൽ വരാം. എനിക്ക് എത്ര വേണമെങ്കിലും മനസ്സിലേക്ക് ഇങ്ങനെ കേസസ് വരുവാണ്. എൻ്റെ അടുത്ത് മൈഗ്രെയിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ ചെറുകുന്ന് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് പാസ്സായ എൻ്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ത്രൂ ഔട്ട്. മൈഗ്രെയിൻ ആയിരുന്നു, നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പം അവൾ എന്നോട് യാത്രയൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്നെ വിളിക്കണം, ഡോക്ടർ ഐ വാണ്ട് ടു കൺസൾട്ട് യു. വന്നിട്ട് പറയാം. വന്നപ്പോൾ നോക്കുമ്പോൾ അവളുടെ റൈറ്റ് ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി, നമ്മൾ പറയാം ചാർക്കോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരിക്കും. അത്രമാത്രം ഡിക്കേഡ് ആയിട്ട്, അത്രമാത്രം ചൊറിഞ്ഞ് വൃത്തികേടായിട്ടിരിക്കുകയാണ്. അവളുടെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ്, അല്ലെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പിച്ചു. അപ്പൊ അതിനു മുമ്പായിട്ട് അവളുടെ ആങ്സൈറ്റിയാണ്. ഇപ്പൊ മാരീഡ് ലൈഫ് ഫെയിൽ ആവും. കാരണം ഒരു ഹസ്ബൻഡും അവളുടെ ബ്രസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസത്തേക്ക് കൂടെ നിൽക്കത്തില്ല. അത്രമാത്രം വികൃതമായിട്ടുള്ള ബ്രസ്റ്റ് ആയിരുന്നു അവളുടെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്താണ് കാരണം? നഴ്സിംഗില് വളരെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾക്ക്, വളരെ നല്ലതെന്ന്, ഗുഡ് ഫ്രണ്ട് വിച്ച് ഷീ നെവർ തോട്ട് ഹിം അതർവൈസ്. അപ്പൊ എന്താണ്, ലാസ്റ്റ് ഡേയിൽ കോഫി ഷോപ്പിൽ ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒന്ന് വലത് കൈ കൊണ്ട് അവളുടെ വലത് ബ്രസ്റ്റില് ഒന്ന് തലോടി. ഇത്രയുള്ള സംഭവം. ഐ നെവർ എക്സ്പെക്ടഡ് ദിസ് ഫ്രം ദാറ്റ് ഫെലോ. അത്രേ ഉള്ളൂ. സ്കിന്നിലല്ലേ കാണിച്ചത്, ബ്രസ്റ്റിലല്ലേ കാണിച്ചത്. അത് സ്കിൻ ഓഫ് ദി ബ്രസ്റ്റ് ആണ്, ബ്രസ്റ്റിൽ ടച്ച് ചെയ്തുകൊണ്ടാണ്. എനിക്കൊരു വേറൊരു പേഷ്യൻ്റ് ഉണ്ട്, ഹസ്ബൻഡ് മരിച്ചു. അവരുടെ സെക്ഷൽ ലൈഫൊക്കെ ആക്റ്റീവ് ആയിരുന്ന സമയത്താണ് ഹസ്ബൻഡ് മരിച്ചത്. പ്രായമുണ്ട്, എന്നാലും അയാൾക്ക് 60+, ഇവർക്ക് 50+. മരിച്ചതിന് ശേഷം കുറച്ചു നാൾ കഴിയുമ്പോൾ അവരുടെ ബ്രസ്റ്റിൽ വളരെ തിക്കായിട്ടുള്ള സ്ട്രേ, 2 ബ്രസ്റ്റിലും വളരെ ഹാർഡായിട്ടുള്ള സ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു, അതായത് എപ്പിഡെർമിസ് കൂടി, എപ്പിഡെർമിസും ഇന്റേണൽ എല്ലാം കൂടെ ഉണ്ട്. കാരണം അവൾക്ക് അത് കാണുന്നത് തന്നെ ഒരു അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ആയിരുന്നു, അത് കാണുന്നത് തന്നെ ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് തിക്കായിട്ട് വന്നത്. അങ്ങനെ നമുക്ക് ഈ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേഷ്യന്റിനെയും, നിങ്ങൾക്ക് ക്യാൻസർ എന്ന് പറയുന്നതിനെ കുറിച്ച് യാതൊരു പേടിയുമില്ലാതെ, ക്യാൻസർ മാത്രമല്ല, ഞാൻ ഇതുവരെ കിഡ്നി ഡിസീസ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം റിപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിൽ ആൻഡ് ഫീമെയിൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അല്പമെങ്കിലും സമയം നിങ്ങളുടെ പ്രൊഫഷണലിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പാവപ്പെട്ട പിള്ളേരെ നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് അലോപ്പതിക്കാർ പഠിപ്പിച്ചതെല്ലാം കാണാതിരുന്ന് പഠിപ്പിച്ചിട്ട് അവരോട് പറയരുത് എന്ന് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇവിടെ ഒരു പുതിയ ശാസ്ത്രം വന്നിരിക്കുന്നു. ചിലർക്കൊക്കെ എല്ലാം പുതിയ ശാസ്ത്രങ്ങളെല്ലാം ഡിസ്കഷൻ നടത്തും, പക്ഷെ GNM അപകടം അതെന്തോ ദോഷമാണെന്ന് വന്നിരിക്കുകയാണ്. പരാതിയൊന്നുമില്ല, എന്തായാലും ഇങ്ങനെ നമ്മളാലാവുന്ന പോലെ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഫോളോ ചെയ്യാം, ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കും, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഒരു ചാറ്റും കൂടെ പുതിയതാണോ? neck tracking is an AOTE term. മനസ്സിലായില്ല ഡോക്ടർ, ഒന്ന് വിശദീകരിക്കാമോ ആന്റണി? ബാക്ക് ട്രാക്കിംഗ്, അത് സ്പെല്ലിങ് ടൈപ്പ് ചെയ്തപ്പോൾ പോയതായിരിക്കും. ബാക്ക് ട്രാക്കിംഗ് ഈസ് an old term ആണോ? അല്ല സാറേ, ഞാൻ സ്പെല്ലിംഗ് തെറ്റിയതാണ്. ബാക്ക് ട്രാക്കിംഗ് വളരെ നൈസ് ആപ്റ്റ് ടേം ആണെന്ന് പറയുമായിരുന്നു. ട്രേസ് ചെയ്തേ പുറകോട്ട് പോകും, സ്പെല്ലിംഗ് തെറ്റിപ്പോയതാ. അതായത് നിങ്ങൾ ബാക്കിലേക്ക് പോവുക, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിന്റെ ഡേ പറയാൻ പറ്റും. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഈ പെൺകുട്ടിയുടെ കേസിൽ അവൾക്ക് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് എന്നാണോ കോളേജ് പിരിഞ്ഞത്, നഴ്സിംഗ് കോഴ്സ് തീർന്നത്, രണ്ടുപേരും 2 വഴിക്ക് പോയി. ബട്ട് ഐ നെവർ എക്സ്പെക്ടഡ് ദിസ് ഫ്രം ദിസ് മാൻ. അത്രേ ഉള്ളൂ.
ഞാൻ ഇവിടെ ഒരു 8-10 ബ്രസ്റ്റ് കേസസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഞാൻ ഇന്ന് പറയുന്നില്ല, നമുക്ക് വേറെ അവസരത്തിൽ വിശദീകരിക്കാം. ഇനി അടുത്ത ദിവസം സ്കിന്നാണെന്ന് തോന്നുന്നു. നമ്മളിത് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. വിനീതമായിട്ട്, കാരണം ഈ ക്ലാസ് എടുക്കുന്നവരൊന്നും ഇങ്ങനെ വിനീതമായിട്ടൊന്നും അപേക്ഷിക്കാറില്ല. ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ നിങ്ങളിലൂടെ ധാരാളം പേർക്ക് സേവനം ചെയ്യാനുള്ള ഒരു മാർഗം ആണ് ഇതെന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കാരണം എന്നെ ശ്രമിക്കുന്നത് നിങ്ങൾ ഒത്തിരി പേരിലേക്ക് എത്തിക്കാനായിട്ട്. നിങ്ങളുടെ ഫ്രണ്ട്സും ഒന്ന് പറഞ്ഞോളൂ, അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ദയവ് ചെയ്തത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. അതായത് ഡോക്ടർ അനിതയുടെ യൂട്യൂബ് ചാനലിൽ കംപ്ലീറ്റ് ഹെൽത്തിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അധികം താമസിയാതെ ഗ്ലോബൽ GSK എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഇതുണ്ടാവും. ഓക്കെ, സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു, 10:30 ആയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം, ആർക്കെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം. ഡോക്ടർ സുശീല, ഡോക്ടർ പ്രകാശ്, ഡോക്ടർ സലീം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡോക്ടർ അനിത, താങ്ക് യു വൺസ് അഗൈൻ ഫോർ യുവർ പേഷ്യന്റ് ഹിയറിംഗ്. നമുക്ക് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും കാണാമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. Thank you, sir. Thank you for a wonderful session. Thank you all. Good Welcome. night.